عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ما بعد. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുള്ളത് ബാബു സുജൂദി സഹ്വാൻ. നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ടതായ സഹുവിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാൻ ആരംഭിച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിൽ 2 ഹദീസുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഹദീസ് നമ്മൾ ആരംഭിച്ചു, പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല. അതിൻ്റെ ഫവായിദ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കി ഫായിദ വായിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ആ ഫായിദ എടുക്കപ്പെട്ടത് എന്നതൊന്നുകൂടി വ്യക്തമാകാൻ ആ ഹദീസ് ഒന്നുകൂടി വായിച്ചർത്ഥം പറയുകയാണ്. അപ്പോഴാണ് അദ്ദേഹം എങ്ങനെയാണ് ഹദീസിൽ നിന്നും ആ ഫായിദകളെല്ലാം അതിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹദീസ് വായിക്കാം. അൻ മുഹമ്മദ് ബിൻ സീരീൻ അൻ അബി ഹുറൈറ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല സല്ല ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദാ സലാത്തൈൽ അശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സലാത്തുൽ അശിയിൽപ്പെട്ട അഥവാ ളുഹർ അല്ലെങ്കിൽ അസറിൽപ്പെട്ട ഏതോ ഒരു നിസ്കാരം നമുക്ക് വേണ്ടി നിസ്കരിച്ചു ജമാഅത്തായിട്ട്. ഇബ്നു സീരീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, സമ്മാഹ അബു ഹുറൈറ വലാകിൻ നസീതു അന. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അത് ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ളുഹറാണോ അസറാണോ എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ടായിരുന്നു. വലാകിൻ നസീതു അന, പക്ഷെ ഞാൻ അത് മറന്നു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫസല്ല ബിനാ റക്അതൈൻ സുമ്മ സല്ലം. 4 പകരം 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട്, ളുഹർ അല്ലെങ്കിൽ അസറാൻ, സലാം വീട്ടുകയുണ്ടായി. ഫഖാമ ഇലാ ഖശബത്തിൻ മഅറൂലത്തിൻ ഫിൽ മസ്ജിദ്. ഫഖാമ ഇലാ ഖശബത്തിൻ മഅറൂലത്തിൻ ഫിൽ മസ്ജിദ്. മസ്ജിദിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു മരത്തടിയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നിൽക്കുകയും ഫത്തക അലൈഹ കഅന്നഹു ഗൾബാൻ, കോപം പൂണ്ട ഒരാളെ പോലെ, കോപിതനെ പോലെ അവിടെ ഇങ്ങനെ ചാരി നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ووضع يده اليمنى على اليسرى وشبك بين أصابعه ووضع خده الأيمن على ظهر كفه اليسرى. അവിടുന്ന് വലത്തെ കൈ ഇടത്തെ കൈമേൽ വെച്ചിട്ട് അത് ഇങ്ങനെ കോർത്തു പിടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടോ വവളഅ ഖദ്ദഹുൽ അയ്മൻ അലാ ളഹ്രി കഫിഹിൽ യുസ്ര, ഇടത്തെ കൈയുടെ പുറംഭാഗം വലത്തെ കവിളിന് ഈ രൂപത്തിലേക്കാക്കി ഇങ്ങനെ ദേഷ്യം പിടിച്ച രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മാറി നിൽക്കുന്നത്. വഖറജത്തിസ് സറആനു മിൻ അബ്വാബിൽ മസ്ജിദ്. മസ്ജിദിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വേഗം വേഗം പോകുന്ന ആളുകളെല്ലാം അങ്ങനെ പോകുകയുണ്ടായി. ഫഖാലു ഖസ്റത്തിസ് സലാഹ്, നിസ്കാരം കസറാക്കപ്പെട്ടോ എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. വഫിൽ ഖൗമി അബൂബക്രിൻ വ ഉമർ. ബാക്കി അവിടെ നിസ്കരിച്ചിരുന്ന സഹാബത്തിന്റെ കൂട്ടത്തിൽ അബൂബക്കറും ഉമറുമെല്ലാം ഉണ്ട് റളിയല്ലാഹു അൻഹുമാ. ഫഹാബ യുകല്ലിമാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മറന്ന് 2 റക്അത്തിൽ സലാം വീട്ടിയത് പറയാൻ അവർക്ക് അവിടുത്തെ ഗാംഭീര്യം കാരണം പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. വഫിൽ ഖൗമി റജുലുൻ ഫീ യദൈഹി തൂലുൻ. 2 കൈകളും അല്പം നീണ്ടിട്ടുള്ള ഒരു വ്യക്തി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. യുഖാലു ലഹു ദുൽ യദൈൻ, അയാളെ ദുൽ യദൈൻ, 2 കൈയുള്ളവൻ എന്ന ഒരു വിളിപ്പേര് അയാൾക്ക് ആളുകൾ പറയാറുണ്ടായിരുന്നു. ഖാല യാ റസൂലല്ലാഹ്, ആ വ്യക്തി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അനസീത അം ഖസ്റത്തിസ് സലാ, താങ്കൾ നിസ്കാരം മറന്നു അതല്ല നിസ്കാരം ഖസ്റാക്കപ്പെട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ലം അൻസ വലം തുഖ്സർ, ഇല്ല ഞാൻ മറന്നിട്ടില്ല, നിസ്കാരം ഖസ്റാക്കപ്പെട്ടിട്ടുമില്ല. അതിനുശേഷം സഹാബത്തിനേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അകമാ യഖൂലു ദുൽ യദൈൻ, ഈ ദുൽ യദൈൻ പറയുന്നത് പോലെയാണോ കാര്യം? ഞാൻ മറന്നോ അല്ലെങ്കിൽ നിസ്കാരം എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ബാക്കിയുള്ള സഹാബത്തിനോട് കാര്യം തിരക്കി. ഫഖാലു നഅം ഫതഖദ്ദമ ഫസല്ല മാ തറക്, അവർ പറഞ്ഞു അതെ അങ്ങനെയാണ് സംഭവിച്ചത്, അഥവാ മറന്നിട്ടുണ്ട് എന്നർത്ഥം. ഫതഖദ്ദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് കയറി വന്നു. ഫസല്ല മാ തറക്, ബാക്കിയുള്ള ഉപേക്ഷിച്ച 2 റക്അത്ത് അത് അവിടുന്ന് നിസ്കരിച്ചു. സുമ്മ സല്ലം, പിന്നീട് സലാം വീട്ടി. സുമ്മ കബ്ബർ, പിന്നീട് വീണ്ടും തക്ബീർ പറഞ്ഞു. വസജദ്, സുജൂദ് ചെയ്തു. മിസ്ല സുജൂദിഹി ഔ അത്വൽ, പൊതുവെ അവിടുന്ന് ചെയ്യാറുണ്ടായിരുന്ന സുജൂദ് പോലെ അല്ലെങ്കിൽ അല്പം ദൈർഘ്യമുണ്ടോ എന്നൊരു രീതിയിലാണ് അവിടുന്ന് സുജൂദ് ചെയ്തത്. സുമ്മ റഫഅ റഅസഹു വകബ്ബർ, തല ഉയർത്തി തക്ബീർ പറഞ്ഞിട്ടുണ്ട് അഥവാ ഇടയിലെ ഇരുത്തത്തിലേക്ക്. സുമ്മ കബ്ബറ വസജദ മിസ്ല സുജൂദിഹി ഔ അത്വൽ, രണ്ടാമത്തെ സുജൂദ് അതേപോലെ തന്നെ തക്ബീർ പറഞ്ഞുകൊണ്ട് പോയി. സുമ്മ റഫഅ റഅസഹു വകബ്ബർ, സുജൂദിൽ നിന്നും വീണ്ടും
എഴുന്നേറ്റിരുന്നു, അഥവാ 2 സുജൂദുകൾ ചെയ്തു, അതിനിടയിൽ ഒരു ഇരുത്തവും. അതാണ് സംഭവിച്ചത്. ഇതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇദ്ദേഹം പറയുകയാണ്. ഫറുബ്ബമ സഅലുഹു സുമ്മ സല്ലം, അവർ ഒരുപക്ഷെ ചോദിച്ചേക്കാം പിന്നീട് സലാം വീട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഫയഖൂൽ അന്ന ഇമ്രാൻ ബിൻ ഹുസൈൻ, ഇമ്രാൻ ബിൻ ഹുസൈൻ പറഞ്ഞതായി അവിടുന്ന് അറിയിക്കുകയാണ്. നുബ്ബിഅതു അന്ന ഇമ്രാൻ ബിൻ ഹുസൈൻ ഖാല സുമ്മ സല്ലം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം വീണ്ടും ഒരു സലാം വീട്ടൽ കൂടി സലാം വീട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഹദീസിലുള്ള ചുരുക്കം. ഇതിലുള്ള ഒരുപാട് ഫായിദകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ബാക്കിയാണ് ഇന്ന് വായിക്കുന്നത്. ഇതിൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞ മറ്റൊരു ഫായിദയാണ് ശിദ്ദത്തു മഹാബത്തി സ്വഹാബ റളിയല്ലാഹു അൻഹും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അന്നഹു മിൻ അൽയനിൻ നാസി അരീകതൻ വഅഖഫിഹിം നഫ്സാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഏറ്റവും നൈർമല്യത്തോടു കൂടിയും വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ സംസാരിക്കുന്ന ഇടപെടുന്ന ഒരാളാണ്. അത്രയും നന്നായി ഇടപെടുന്ന ഒരാളാണ് അള്ളാഹുവിന്റെ റസൂൽ. എന്നിട്ട് പോലും സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ഗാംഭീര്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വ്യക്തിത്വങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ അള്ളാഹുവിന്റെ ഒരു സമ്മാനമാണിത്. അവർക്ക് ആളുകളോട് ഒരേ സമയത്ത് ഏറ്റവും നല്ല മാധുര്യമായി സംസാരിക്കാനും പെരുമാറാനും അവരുമായി നന്നായി ഇടപെടാനും കഴിയും. അല്ലാതെ ആരുമായി മിണ്ടാതിരുന്നിട്ട് കിട്ടുന്ന ഒരു ഗാംഭീര്യമല്ല. ആരെ കണ്ടാലും മിണ്ടൂല, അങ്ങനെ ഒരു ഗാംഭീര്യമല്ല. അങ്ങനെ ചില ആളുകളുണ്ടാവും, അവരാരോടും ഒന്നും മിണ്ടുകയില്ല. അവരുടെ പരുഷ സ്വഭാവം കാരണം ചിലപ്പോൾ ആളുകൾക്കൊരു ഗാംഭീര്യം തോന്നും, ഒരു പേടി പോലെ തോന്നും. അതല്ല, ഇത് ജനങ്ങളോടെല്ലാവരോടും നന്നായി ഇടപഴകുകയും ചെയ്യും. എന്നാൽ അവർക്ക് ആ വ്യക്തിത്വത്തോട് ഒരു ഗാംഭീര്യം തോന്നുക, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഹിബത്താണ്, അവന്റെ സമ്മാനമാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വേണ്ടുവോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സഹാബത്തിനോട് ഏറ്റവും നല്ല രീതിയിൽ ഇടയ്ക്ക് തമാശ പറയും, ആ രൂപത്തിൽ അവരുടെ കൂടെ ഇരിക്കും. ചില സമയത്ത് പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ഇതിലാരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. അവിടുന്ന് ആ രൂപത്തിൽ ഇരിക്കുമായിരുന്നു. പിന്നീടാണ് സഹാബത്ത് ആവശ്യപ്പെട്ടിട്ട് ദർസ് എടുക്കുന്ന സമയത്ത് ഒരു മജ്ലിസ് വേണം, ഇരിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞൊരു കുർസിയിലാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഹദീസ് ജിബ്രീൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയെല്ലാം മൃദുലമായി ഇടപെട്ടിട്ടും സഹാബത്തിന് അവിടത്തോട് വലിയ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നുള്ളത് ഇവിടെ അദ്ദേഹം ഇതിൽ നിന്ന് ഫായിദ എടുക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് ഏറ്റവും അടുപ്പക്കാരായ അബൂബക്കറും ഉമറും അവരുണ്ട് ആ മജ്ലിസിൽ. അവർ പറയുന്നത് അവർ ഒന്നും മിണ്ടിയിട്ടില്ല, അവർക്ക് പേടിയാണ്. കാരണം ഏറ്റവും സാഹിബാൻ എന്നറിയപ്പെടുന്ന അവിടുത്തെ ഇടവും വലവും ജീവിതത്തിലും മരണത്തിലും ഉള്ള അബൂബക്കറും ഉമറും അവിടുന്ന് ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം അവർക്കൊരു ഗാംഭീര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗാംഭീര്യം നൽകുന്ന ചില കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട്. സാധാരണഗതിയിലല്ല, അവിടുന്ന് അല്പം ദേഷ്യത്തിലാണ്. സാധാരണ അവിടുന്ന് മസ്ജിദിൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. എന്നാൽ അവിടുന്ന് പിരിഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ പിന്നെ സഹാബത്തിനോട് വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുന്നില്ല. ഒരു ദേഷ്യത്തിലാണ് അവിടെ നിന്നിരുന്നത്. അത് ആണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അടുത്ത ഒരു ഫായിദയായിട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, അന്ന മിൻ കറാമത്തി ശഖ്സ് അന്നഹു ഇദാ ഖസ്സറ ഫീ ഇബാദത്തിൻ ജഅലഹു അല്ലാഹു ലഹു അലാമതൻ ഖഫിയ്യ ലൈസത് മിൻ സുൻഇഹി ഫയജ്അലു ഫീ നഫ്സിഹി ഷൈഅൻ യദുല്ലു അലാ അന്നഹു ലം യുക്മിലിൽ ഇബാദ. ചില ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു കറാമത്താണ്, അല്ലാഹുവിന്റെ ഒരു ആദരവാണ്. അവർ പൊതുവെ ചെയ്തു വരുന്ന ഇബാദത്തുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു സൂചന നൽകും. എന്തോ നിന്റെ ഇബാദത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. എന്തോ നിന്റെ ഇബാദത്ത് പൂർത്തിയായിട്ടില്ല, എന്തോ ഒരു പ്രശ്നം അതിൽ കിടക്കുന്നുണ്ട് എന്ന രൂപത്തിൽ അല്ലാഹു തആല അവർക്ക് മനസ്സിലിട്ട് കൊടുക്കും എന്നുള്ളതാണ്. ദലീലു ദാലിക ഹാലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം, അവിടുന്ന് നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവിടുന്ന് എന്തോ ഒരു ദേഷ്യം വന്നത്, പതിവില്ലാത്തത്. 4 റക്അത്ത് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം അവിടുന്ന് മറന്നിരിക്കുകയാണ്. 2 റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ, നിസ്കാരം പൂർത്തിയായിരുന്നില്ല. അത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം അത് ശരിയാകുമായിരുന്നില്ലല്ലോ. അവിടുന്ന് അല്ലാഹു തആല ഉടനെ തന്നെ അത് ഹൃദയത്തിലേക്ക് തോന്നിപ്പിക്കുകയുണ്ടായി, നിസ്കാരം അത് നിസ്കരിച്ചിട്ടില്ല. അവിടെ നിന്നത് കൊണ്ടാണ് ബാക്കിയുള്ള സഹാബത്ത് ചോദിക്കുകയും അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടാകുകയും ചെയ്തത് എന്നാണ്. എന്നിട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നാട്ടിൽ സംഭവിച്ച, ആ പരിസരത്ത് എവിടെയോ സംഭവിച്ച ഒരു വ്യക്തിയുടെ ഒരു ചെറിയൊരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവിടെ നല്ലൊരു അള്ളാഹുവിന് അങ്ങേയറ്റം പേടിക്കുന്ന നല്ല വറഉള്ള സൂക്ഷ്മതയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിർഹം പോലും തന്റെ പോക്കറ്റിലേക്ക് ഹലാലല്ലാത്ത രീതിയിൽ സമ്പാദിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. അത്രയേറെ ഹറാം ഹലാൽ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന്.
ഒരിക്കൽ ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി തൻ്റെ ഒട്ടകവുമായി പോയി. അങ്ങനെ പതിവുണ്ട്, അവർ വിറകുകളൊക്കെ ആയിരുന്നു വെട്ടിവെച്ച് മരത്തടിയൊക്കെ ഉണ്ടാക്കി ഒട്ടകത്തിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ കാട്ടിലേക്ക് അത് എടുക്കാൻ പോയി. അപ്പം അദ്ദേഹം എടുക്കാൻ പോയ വെട്ടിവെച്ച മരത്തടിയുടെ ഇടയിൽ തൊട്ടപ്പുറത്ത് തന്നെ തൻ്റെ അയൽവാസിയുടേതുമുണ്ട്. അദ്ദേഹത്തിനും അവിടെ ഒരു പറമ്പുണ്ട്. അപ്പോൾ അന്ന് യാദൃശികമായി ഒട്ടകം അയൽവാസിയുടെ മരത്തടിയുടെ അടുത്താണ് പോയി മുട്ടുകുത്തിയത്. ഇദ്ദേഹം പെട്ടെന്ന് ഇത് എൻ്റെതാണ് എന്ന് വിചാരിച്ചിട്ട് ഈ വ്യക്തി അത് എടുത്ത് അതിലേക്ക് കയറ്റുകയുണ്ടായി. ഒട്ടകപ്പുറത്തേക്ക് അത് കയറ്റി. എന്നിട്ട് അതിനെ എഴുന്നേൽക്കാൻ വേണ്ടി തളിക്കുന്ന സമയത്ത് ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയും, പൊതുവെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒട്ടകമല്ല. പെട്ടെന്ന് അങ്ങനെ ഒട്ടകം പല രൂപങ്ങളുണ്ടാകും. ഇത് പൊതുവെ വേഗത്തിൽ എഴുന്നേറ്റ് പോകുന്ന നല്ല സ്വഭാവമുള്ള ഒരു ഒട്ടകമാണ്. പക്ഷെ എന്നിട്ടും അത് എത്ര പറഞ്ഞിട്ടും അത് അവിടുന്ന് എഴുന്നേൽക്കുന്നില്ല എന്നാണ്. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹൃദയത്തിൽ എന്തോ തോന്നിച്ചു, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിച്ചു. അദ്ദേഹം ഒന്ന് പരിസരം നോക്കിയപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വിറകല്ല, അയൽവാസിയുടെ വിറകാണ്, അദ്ദേഹത്തിന്റെ ഇതായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം ഉടൻ തന്നെ അത് ഇറക്കി വെച്ച് അത് അവിടെ മാറ്റിയിട്ട് അയൽവാസിയുടേതെടുത്ത് ഒട്ടകപ്പുറത്തേക്ക് കയറ്റി എന്നാണ്. പിന്നീട് ഒട്ടകത്തിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ ഉടനെ അത് എഴുന്നേറ്റു എന്നാണ്. അതൊന്നും പിന്നീട് ഒരു വൈമനസ്യം അത് കാണിച്ചില്ല, പെട്ടെന്ന് തന്നെ അത് എഴുന്നേറ്റു എന്നാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകൾക്ക് നൽകുന്ന ഒരു സംരക്ഷണമാണ്. അവർ ഹറാമിൽ നിന്നും രക്ഷപ്പെടാൻ സൂക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചാൽ അല്ലാഹു തആല ഹറാമിന്റെ മാർഗങ്ങളൊക്കെ അവന് പരമാവധി അടച്ചു കൊടുക്കും. അത്രയും സൂക്ഷ്മത ഹൃദയത്തിൽ എപ്പോഴും ചിന്ത, ഒരു ഹറാമും എൻ്റെ കയ്യിൽ വരരുത്, എനിക്കൊരു ഹറാമും കാണേണ്ട ആവശ്യമില്ല, എനിക്കൊരു ഹറാമും സമ്പാദിക്കേണ്ട ആസ്വദിക്കേണ്ട ആവശ്യമില്ല എന്ന നല്ല നീയത്തൊരു അത് ഹൃദയത്തിലേ ഉണ്ടാവും. അത് നാവ് കൊണ്ടോ നമുക്ക് പ്രകടിപ്പിച്ചിട്ടോ അറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാഹു തആല നമ്മൾ ഹൃദയത്തിലേക്കാണ് നോക്കുക. എത്രമാത്രം ഇവൻ ഹറാമിനെ വെറുക്കുന്നുണ്ട്, അതിൽ നിന്നും എത്രമാത്രം അകലെയാകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഏറ്റവും നന്നായി അറിയുക അള്ളാഹുവിനാണ്. നമുക്ക് പറയാം അത് ഹറാം ഞാൻ നോക്കൂല, ഞാൻ കാണൂല, ഞാൻ അടുക്കൂല എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഹൃദയത്തിൽ എത്രമാത്രം അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു തആലക്ക് അറിയാം. അങ്ങനെ നീയത്തുള്ളൊരു വ്യക്തി ഏത് സ്ഥലത്ത് പോയാലും അല്ലാഹു തആല അവനെ സംരക്ഷിക്കും. പരീക്ഷയുടെ മേഖലയിലാകട്ടെ, അതല്ലാത്ത മേഖലയിലാകട്ടെ, എന്തെങ്കിലുമൊക്കെ ഹറാമുകൾ അവനിലേക്ക് കടന്നു ചെല്ലാൻ അവസരമുണ്ടായാൽ അല്ലാഹു തആല അവനൊരു തൗഫീഖ് കൊടുക്കും. അതിലേക്ക് എടുക്കാൻ പാടില്ല, നിന്റെ സമ്പാദ്യത്തിലേക്ക് ഹറാം കലരുന്നുണ്ട് എന്നുള്ളൊരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും എന്നുള്ളതാണ്. അത് വലിയ പാഠമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളായ ആളുകളെ സംരക്ഷിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. നമ്മൾ ഹദീസിൽ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഫർളിന് ശേഷം പിന്നീട് സുന്നത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ കുൻതു സമഅഹു അല്ലദീ സമിഅഹു ബി വബസറഹു അല്ലദീ ബസറഹു ബി എന്ന ഹദീസ് കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ അവന്റെ കണ്ണാകും, ഞാൻ അവന്റെ കേൾവിയാകും എന്ന് അല്ലാഹു തആല പറയുന്ന ഹദീസ് കേട്ടിട്ടുണ്ട്. അതിന്റെ വിശദീകരണം എന്താണ്? ഇവിടെ സൂഫികൾ പറയുന്നത് പോലെ അല്ല അതിന്റെ വിശദീകരണം അള്ളാഹുവിന്റെ എന്തെങ്കിലുമൊക്കെ ഭാഗം ഈ ഔലിയാക്കൾക്ക് കിട്ടും എന്നതല്ല. മറിച്ച് അള്ളാഹു താല ഉദ്ദേശിക്കാത്ത ഹറാമുകൾ അവൻ കേൾക്കുകയില്ല, അള്ളാഹു താല ഉദ്ദേശിക്കാത്ത അവന്റെ പൊരുത്തമില്ലാത്ത ഹറാമുകൾ അവൻ കാണുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണമാണ്. ഫർദിന് പുറമെ ധാരാളം സുന്നത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ് എന്നുള്ള ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവിടെ പറയുകയാണ്. അടുത്തൊരു ഫായിദയായിട്ട് അദ്ദേഹം പറയുന്നത് ജവാസു ദിക്റിൽ ഇൻസാനി ബിമാ ഖദ് യക്റഹുഹു ലിത്തഅരീഫ് ഔ ലിബയാനി സബബ്. പൊതുവെ നമ്മൾ ആളുകളെ വിളിക്കാൻ പറ്റാത്ത ചില പേരുകൾ ഉണ്ടാകും. ആളുകൾ ആ പേര് കൊണ്ട് നമുക്ക് വിളിക്കൽ അനുവദനീയമല്ല. പക്ഷെ ചില സമയത്ത് തിരിച്ചറിയാൻ വേണ്ടി ഒരാൾ അങ്ങനെ പറയേണ്ടി വരും, ഇന്ന രീതിയിൽ എന്നൊക്കെ പറയേണ്ടി വരും. ഇപ്പോൾ ഒരാളെ പേര് പറയുമ്പോൾ ആ പേരിൽ ഒരുപാട് ആളുണ്ടാവും. അപ്പം നമ്മൾ അല്പം പൊക്കം കുറഞ്ഞ, കുറുന്നിട്ടുള്ള, അല്ലെങ്കിൽ അല്പം കളറില്ലാത്ത ഈ രൂപത്തിൽ ചില താരിഫ്, അത് പൊതുവെ ഒരാളെ കുറിയ അല്ലെങ്കിൽ ആ രൂപത്തിൽ വിളിക്കുക അല്ലെങ്കിൽ കറുപ്പ എന്ന് വിളിക്കുന്നത് പാടില്ല. പക്ഷേ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് അത് അനുവദിക്കപ്പെടുമെന്നാണ്. അത് എവിടുന്നാണ് ഫായിദ? ഈ ഹദീസിൽ പറയുന്നു വഫിൽ ഖൗമി റജുലുൻ ഫി യദൈഹി തൂലുൻ, കൈക്ക് നീളമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ദുൽ യദൈൻ എന്ന് പറയുന്നത് അല്ലെ. സാധാരണ മനുഷ്യൻ ഉണ്ടാകുന്നതിനെക്കാട്ടി കുറച്ച് നീളം അധികമാണ്, അതൊരു കുറവാണ്, ഐബാണ്. പക്ഷെ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. ആ റിവായത്ത് ചെയ്ത സഹാബി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്, അതല്ലാതെ നമുക്കത് വിളിക്കാൻ പറ്റൂല. അപ്പൊ ആ നിലക്ക് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിയെ അറിയാൻ വേണ്ടി മാത്രം, അതായിരിക്കണം ഉദ്ദേശം, അയാളെ പരിഹസിക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കതിൽ ആ പരാമർശിക്കുന്നതിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് അനുവദിക്കപ്പെടും എന്ന് അദ്ദേഹം പറയുകയാണ്. അടുത്തൊരു ഫായിദ ജവാസു നസ്ഖി ഫിൽ അഹ്കാമി ശർഇയ്യ. ഷറഇൽ നസ്ഖുണ്ട്, ഷർഹിൽ ദുർബലപ്പെടുത്തുന്ന കാര്യം. നസ്ഖ് എന്ന് പറയുന്നത് ഒരു ദുർബലപ്പെടുത്തുക, നേരത്തെ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള നിയമം അതിന് ദുർബലപ്പെടുത്തുന്നതാണ്. അഥവാ ആ നിയമം അത് പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ ഒരു ആയത്തിന് അല്ലാഹു തആല ദുർബലപ്പെടുത്തും,
ആ ആയത്തും ആ നിയമവും ചിലപ്പോൾ ഇല്ലാതായിരിക്കും, ചിലപ്പോൾ ആയത്ത് അവിടെ ബാക്കിയുണ്ടാവും, പക്ഷെ അതിന് നിയമം ദുർബലപ്പെടുത്തും. ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ നസ്ഖ് എന്ന് പറയുന്ന കാര്യം ഷറഇലുണ്ട് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നാണ്. അതിന് നിഷേധിക്കുന്ന ആളുകളുണ്ട്. നസ്ഖ് അങ്ങനെ ഒന്നുമില്ല എന്ന് നിഷേധിക്കുന്ന ആളുകളുണ്ട്. എവിടുന്നാണ് ഈ ഫായിദ കിട്ടിയത്? ഈ ഫായിദ കിട്ടിയത് ഈ സഹാബിയുടെ വലിയ ഫിഖ്ഹിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ഇൽമിൽപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്നാണ്. അം ഖസറത്തി സലാ എന്ന് ചോദിച്ചു. അല്ല, നിസ്കാരം ഖസറാക്കപ്പെട്ടോ എന്നാണ് ചോദിച്ചത്. അം നസീത അം ഖസറത്തി സലാ, മറന്നോ അതല്ല ഖസറാക്കപ്പെട്ടോ. അപ്പൊ അങ്ങനെ ഖസറാക്കപ്പെടുക എന്നുള്ളത് സംഭവിക്കാം. അങ്ങനെ നസ്ഖ് വരാം. 4 റക്അത്തുള്ള നിസ്കാരത്തിന് ഒരു 2 റക്അത്തായിട്ട് അത് ചുരുക്കപ്പെടാം. അള്ളാഹു താല അങ്ങനെ ഖസറാക്കാം. ഇത് അനുവദിക്കും. അതുകൊണ്ടാണ് സഹാബത്ത് അങ്ങനെ ചോദിച്ചത്. അല്ല, നടക്കാത്തൊരു കാര്യം അവർ ചോദിക്കുകയില്ല. അങ്ങനെ അള്ളാഹു താല വല്ല ഖസറാക്കിയോ? കാരണം നിസ്കാരം ആദ്യ ഘട്ടത്തിൽ 2 റക്അത്ത് മാത്രമായിരുന്നു, നിർബന്ധമാക്കിയ ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീട് യാത്രയിൽ അത് തുടരുകയും അത് അല്ലാത്ത സമയത്ത് അത് ളുഹറും അസ്റും ഇശാവും 4 ആക്കി മാറ്റുകയുമാണ് ഉണ്ടായത്. അപ്പൊ അതുപോലെ വീണ്ടും അത് ഖസറാക്കിയോ എന്നതാണ് സഹാബി ചോദിച്ചത്. അപ്പൊ അതിൽ നിന്നും നസ്ഖ് എന്ന് പറയുന്നത് ജായിസാണ്, അത് ശറഇൽ ഉള്ളതാണ് എന്നതിന് തെളിവുണ്ട് എന്ന് ഇദ്ദേഹം പറയുകയാണ്. ഒരു പക്ഷെ ആളുകൾ ചോദിച്ചേക്കാം, എന്താണ് അങ്ങനെ നസ്ഖ് എങ്ങനെയാണ് ദീനിൽ ശരിയാവുക? കാരണം നസ്ഖ് എന്ന് പറയുമ്പോൾ അള്ളാഹു താല ആദ്യം ഒരു നിയമം ഇറക്കും, പിന്നീട് ആ നിയമം മാറ്റിയിട്ട് വേറൊരു നിയമം ഇറക്കും. അള്ളാഹു താല ഹക്കീമാണല്ലോ, ഏറ്റവും നല്ല ഹിക്മത്തുള്ള യുക്തിപൂർണമായ നിയമങ്ങൾ ഇറക്കുന്നവനാണല്ലോ. അപ്പൊ നസ്ഖ് അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല, അത് അള്ളാഹു താലക്ക് ചേരുകയില്ല എന്ന് പറഞ്ഞ് നസ്ഖിനെ നിഷേധിക്കുന്ന ആളുകളുണ്ടാകും. അത് ശരിയല്ല. നസ്ഖ് എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ഇജ്മാ ഉള്ള ഏകാഭിപ്രായമുള്ള കാര്യമാണ്. കാരണം അള്ളാഹു താല അടിമകൾക്കുള്ള മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് നസ്ഖ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദീനുൽ ഇസ്ലാം അത് ആരംഭിക്കുന്ന സമയത്ത് അതിലേക്ക് ആളുകൾക്ക് കൂടുതൽ താല്പര്യം വരാൻ വേണ്ടി അതിൽ പല കാര്യങ്ങളും എളുപ്പമായിരുന്നു. തുടക്കഘട്ടത്തിൽ അത് മദ്യം നിരോധിച്ചിരുന്നില്ല, മദ്യം അനുവദനീയമായിരുന്നു. പിന്നീട് മദ്യം നിസ്കാരത്തിൽ മാത്രം പാടില്ല എന്നതായിരുന്നു. പിന്നീട് അത് നസ്ഖ് ചെയ്തു. പിന്നീട് തീരെ പാടില്ല എന്ന് വന്നു, തദറുജായി വന്നു. അപ്പൊ അത് ഘട്ടം ഘട്ടമായിട്ടാണ് അങ്ങനെ പല കാര്യങ്ങളും വന്നത്. നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, മറ്റു പല അമലുകളുടെ കാര്യമാകട്ടെ, അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന ചില വിധികൾ അത് പിന്നീട് ദുർബലപ്പെടുത്തുന്ന കാര്യമുണ്ടായത് അത് അടിമകൾക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു താലക്ക് അതിൽ നിന്നും ഒന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു റഹ്മത്താണ്, കാരുണ്യമാണ് ഈ നസ്ഖുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് നസ്ഖുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിലൊരു ഫായിദയുള്ളതായി പറഞ്ഞത്. പിന്നീട് ഒരു ഫായിദ, വുജൂബു തസബ്ബുതി ഫിമാ യഖഉ ഇൻദൽ ഇൻസാനി ഫീഹി ശക്കുൻ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടായാൽ അത് ഉറപ്പിക്കൽ നിർബന്ധമാണ്, അത് വുജൂബാണ്. ഒരു സംശയം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ, സംഭവിച്ചോ എന്നൊരു സംശയം ഉണ്ടായാൽ അത് ആളുകളോട് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ള നിർബന്ധമാണ്. എവിടെ നിന്നാണ് അതിനുള്ള തെളിവ് വന്നത്? എന്താണ് ഈ ഹദീസിൽ തെളിവായി വന്നിട്ടുള്ളത്? ഇതിൽ നിന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അകമാ യഖൂലു ദുൽ യദൈൻ, ഈ ദുൽ യദൈൻ പറഞ്ഞതുപോലെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹം മാത്രമേ പറയുന്നുള്ളൂ. കൗമിൽ അതിനേക്കാൾ ഇൽമുള്ള അബൂബക്കറും ഉമറും ഒക്കെ ഉണ്ട്, മറ്റൊരുപാട് സഹാബത്തുണ്ട്. ഈ വ്യക്തി മാത്രമാണല്ലോ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും ചോദിച്ചു, അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ നിസ്കാരത്തിലോ വല്ലോ പൊതുവെ ഒരു ചെറിയ കുട്ടി മാത്രം, അല്ലെങ്കിൽ ബാക്കി ഒരുപാട് ആളുകൾ മുതിർന്നവരൊക്കെ ഉണ്ട്, ഏതെങ്കിലും ഒരു കുട്ടി മാത്രമൊക്കെ പറഞ്ഞ് ബാക്കി ചോദിക്കാം, എല്ലാവരും അങ്ങനെ തന്നെ ആണോ? അപ്പൊ അതൊന്ന് കൂടുതൽ അത് നമുക്ക് എന്ത് ചെയ്യും, അത് സ്ഥിരപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ദീനിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അത് നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ, അഥവാ ഇയാൾ പറയുന്നത് ശരിയാണോ അല്ലേ എന്ന് സംശയം വന്നാൽ അത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിക്കണം എന്നുള്ളതാണ്. കാരണം അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് കേട്ട കാര്യമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ദീനിൽ അത് വളരെ നിർബന്ധമായ കാര്യമാണ്, അത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. എന്നാൽ ഇവിടെ ഒരിക്കലും സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയിച്ചു കൊണ്ടല്ല, ഇതൊരിക്കലും സഹാബിയുടെ അദാലത്തിന്, അദ്ദേഹം നീതിയുള്ള കളവ് പറയാത്ത ആളാണ് എന്ന കാര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം അവിടുന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറന്നിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചത് അങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. അതല്ലാതെ സഹാബിയുടെ അദാലത്തിന്, അദ്ദേഹത്തിന്റെ ആ ഒരു ഖബൂലിനെ, സ്വീകാര്യതയെ ഒരിക്കലും അത് കോട്ടം വരുത്തുന്നില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഫായിദ നമ്മുടെ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട, സഹ്വിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട ഒരു ഫായിദ, അഥവാ അന്നൽ കലാമ ബഅദ സലാം ഖബ്ല തമാം ലാ യുബ്തിലു സ്വലാത്ത്. ഒരാൾ നിസ്കാരം പൂർത്തിയാക്കാതെ, സലാം വിട്ട് നിസ്കാരം പൂർത്തിയാക്കാതെ എന്നിട്ട് അതിനിടയിൽ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല എന്നതാണ്. സാധാരണ നിസ്കാരത്തിൽ മനഃപൂർവ്വം സംസാരിച്ചാൽ ബാത്തിലാകും, യാതൊരു സംശയവുമില്ല. ഇവിടെ 2 റക്അത്ത് സലാം വീട്ടി, അത് നിസ്കാരം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനിടയിൽ സംസാരം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പലപ്പോഴും അത് ശക്കുണ്ടാവാറുണ്ട്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് അത് എന്തല്ല, അത് ബാത്തിലാവുകയില്ല, ഉടനെ തന്നെ നിസ്കരിച്ചാൽ മതി. ചിലപ്പോൾ നമ്മളോട് ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും ആരോ ഒരാൾ വന്ന് പറയുന്നു, അപ്പൊ അടുത്ത ആൾക്കും ഉറപ്പായി ആ നിസ്കാരം 3 നിസ്കരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ 2 നിസ്കരിച്ചിട്ടുള്ളൂ,
അപ്പോൾ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, നിസ്കാരം മാറ്റി നിസ്കരിക്കാതിരിക്കേണ്ടതില്ല. ഇതിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉള്ളതും അല്ലാത്തതുമായ വിഷയമുണ്ട്. ഇജ്മാ ഉള്ള വിഷയം നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള സംസാരമേ അവിടെ നടന്നിട്ടുള്ളൂ എങ്കിൽ അതൊരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവുമില്ല. ഈ ഹദീസിൽ അങ്ങനെ തന്നെയാണ് നടന്നത്. ഈ ഹദീസിൽ ഒരുപാട് സംസാരം നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ദുല്യദൈൻ സംസാരിക്കുന്നുണ്ട്, ഈ വ്യക്തി സംസാരിക്കുന്നുണ്ട്, അവിടുന്ന് മറുപടി പറയുന്നുണ്ട്. സഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവർ നഅം എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരുപാട് സംസാരങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അതൊന്നും നിസ്കരിച്ചിട്ടില്ല, ബാക്കി പൂർത്തിയാക്കുകയാണ് ചെയ്തത്. 2 റക്അത്ത് ബാക്കി പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ അതിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫില്ല. എന്നാൽ അതല്ലാത്ത മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചതെങ്കിൽ എന്നാലും അത് നിസ്കാരത്തിന് ബാത്തിലാക്കുകയില്ല എന്നാണ്. കാരണം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സൂറത്തുൽ ബഖറയിലുള്ള നമുക്കെല്ലാം അറിയുന്ന പ്രസിദ്ധമായ ആയത്തിൽ നിന്നുള്ള തെളിവാണ് പറഞ്ഞത്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്താന. റബ്ബേ, ഞങ്ങൾ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റിയോ ചെയ്താൽ നമ്മൾ പിടികൂടരുത്, ശിക്ഷിക്കരുത് എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ അള്ളാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ ഒരാൾ മറന്നിട്ടാണ്, അയാൾക്ക് അറിയില്ല നിസ്കാരം കഴിഞ്ഞു എന്ന്, അയാളുടെ വിശ്വാസത്തിൽ നിസ്കാരം കഴിഞ്ഞു എന്ന്. അപ്പൊ ആ വിശ്വാസത്തിലാണ് അയാൾ സംസാരിച്ചത്, അല്ലാതെ നിസ്കാരം ബാക്കിയുണ്ട് എന്നുള്ള ധാരണയിൽ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ കുഴപ്പമില്ല, നിസ്കാരം പൂർത്തിയാക്കിയാൽ മതി എന്നതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ചിലപ്പോ തോന്നിയേക്കാം, ഇത് നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല എന്നറിയുന്ന ചില സഹാബത്തും മറുപടി പറയുന്നുണ്ടല്ലോ, അതെല്ലാവരും മറന്നിട്ടില്ല. കാരണം ബാക്കിയുള്ള സഹാബത്തിനോട് ഈ ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ചില റിവായത്തിൽ കാണാൻ ചില സഹാബത്ത് മിണ്ടാതെ തല ആട്ടുകയാണ് ചെയ്തത്. എന്നാൽ ചിലർ നഅം എന്ന് പറഞ്ഞത് ഈ ഹദീസിന്റെ റിവായത്തിലുണ്ട്, നഅം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ അവരുടെ നിസ്കാരം ബാത്തിലാണ്, കാരണം അവർ മനഃപൂർവ്വമാണ് സംസാരിച്ചത്. ബാക്കിയുള്ള ആളുകളെല്ലാം ഇബാദത്ത് പൂർത്തിയായി എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവരുടെ ബാത്തിലാവുകയില്ല. അപ്പൊ ഇബാദത്ത് പൂർത്തിയായിട്ടില്ല എന്ന് ഉറപ്പോടുകൂടി സംസാരിച്ച സഹാബത്തിന്റെ നിസ്കാരം എന്തുകൊണ്ട് ബാത്തിലായില്ല? പണ്ഡിതന്മാർ പറയുന്നത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളത് നിർബന്ധമാണ്, അത് വാജിബാണ്. അത് നമ്മൾ സാധാരണ ഒരു ഇമാമ് ചോദിച്ചാൽ എല്ലാവരും ഉറപ്പില്ലാത്ത ആളുകൾ അതേന്ന് ആംഗ്യം കാണിച്ചാൽ മതി, അങ്ങനെ സംസാരിക്കേണ്ടതില്ല, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ. പക്ഷെ നിസ്കാരത്തിന് മസ്ലഹത്തിന് സംസാരിക്കാമെന്നാണ്. പക്ഷെ ഇവിടെ അറിഞ്ഞിട്ടും നിസ്കാരം പൂർത്തിയായിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും സംസാരിച്ചതിന്റെ ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇജാബത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അവർക്കറിയില്ല, അത് നിർബന്ധമാണ്, അതുകൊണ്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഒരു സന്ദർഭം വരാനുള്ളത്, നമ്മൾ നിസ്കാരത്തിലാണ് എങ്കിലോ നിസ്കാരത്തിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്, ഇമാം മറന്നു, ഇമാം 3-ാമത്തെ റക്അത്തിൽ മറന്നുകൊണ്ട് ഇമാം സലാം വീട്ടി. നമുക്കറിയാം ഇമാം നിസ്കരിച്ചത് 3 ആണ്, 4 അല്ല എന്ന് നമുക്ക് അപ്പോൾ ഉടനെ മനസ്സിലായി എന്ന് വിചാരിക്കുക. നമ്മൾ തസ്ബീഹ് ചൊല്ലി അതാണ് ചെയ്യേണ്ടത്. ഇമാം മറന്നാൽ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പുരുഷന്മാർ ചൊല്ലണം, സ്ത്രീകൾ കൈ കൊട്ടണം. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഇയാൾ കൂട്ടാക്കുന്നില്ല, ഇമാമിന് ഉറപ്പത് 4 തന്നെയാണെന്ന്. ഇമാം സലാം വീട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് സംസാരിക്കുകയാണോ വേണ്ടത്? കാരണം നമുക്കങ്ങനെ നിസ്കാരത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പോലെയുള്ള ആളുകൾ പറയുന്നത്, ഇമാം അങ്ങനെ സലാം വീട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇമാമിനോടൊപ്പം സലാം വീട്ടാതിരിക്കുക, നമ്മൾ എഴുന്നേറ്റ് ഒരു റക്അത്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇൻഫിറാദിന്റെ നിയ്യത്ത് അവിടെ വെക്കുക, ഒറ്റക്ക് നിസ്കരിക്കും ബാക്കി എന്നുള്ള നിയ്യത്ത്. അപ്പോൾ മുഫാറക്കത്ത്, അവിടുന്ന് വേർപെടുക ഇമാമുമായിട്ട്, ബാക്കി നിസ്കരിക്കുക. അത് ഏതുമാകും. മഗ്രിബിന് 2-ാമത്തെ റക്അത്തിൽ ഇമാം സലാം വീട്ടി, നിങ്ങൾ ഉടൻ തന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ഇമാം ഒരു രക്ഷയില്ല, ഇമാം അത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇമാം സലാം വീട്ടി അവിടെ ഇരുന്ന് തിരിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഇമാം 2 റക്അത്തിൽ സലാം വീട്ടിയിരിക്കുകയാണ്. നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ എഴുന്നേറ്റ് ഇമാമിനോടൊപ്പം സലാം വീട്ടാൻ പാടില്ല, കാരണം നമുക്കറിയാം അത് ഇമാം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ എഴുന്നേറ്റ് ഒരു റക്അത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ആ രൂപത്തിൽ വേണ്ടത്. ഇനി സഹോദരങ്ങൾ, ചില സമയത്ത് എന്ത് സംഭവിക്കും? ഇമാം 4 റക്അത്ത് കഴിഞ്ഞ് പൂർത്തിയായിട്ടില്ല എന്ന് വിചാരിച്ച് 5-ാമത്തതിലേക്ക് എഴുന്നേൽക്കും, തശഹുദിൽ ഇരിക്കാതെ. ളുഹറിന് അസറിന് ഇശാക്കൊക്കെ 5-ാമത്തതിലേക്ക് എഴുന്നേൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്കറിയാം ഇത് 5-ാമത്തേതാണ് എന്ന് അറിയുന്ന ആളുകൾ ഒരിക്കലും അതിന് എഴുന്നേൽക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് എന്നവർ പറയുക. എന്നിട്ട് ഇമാം ഇരിക്കുന്നില്ല എങ്കിൽ അവർ അവിടെ തന്നെ ഇരിക്കുക. ഇമാം ആ റക്അത്തൊക്കെ പൂർത്തിയാക്കി തശഹുദിൽ വരുന്നത് വരെ കാത്തു നിൽക്കുക. ഇമാം സലാം വീട്ടുമ്പോൾ അവരോടൊപ്പം സലാം വീട്ടുക. ഇതാണ് നമ്മൾ വേണ്ടത്. ഈ 2 സന്ദർഭത്തിൽ, ഒന്നിൽ കുറയുന്ന സന്ദർഭമാണ്, ഒന്ന് ഇമാം കൂടുതലായി എഴുന്നേൽക്കുന്ന സന്ദർഭമാണ്. 2 സന്ദർഭത്തിലും നമുക്ക് അറിയാം ഇമാം തെറ്റാണ് ചെയ്യുന്നത് എന്നറിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഇമാമിനെ പിന്തുടരാൻ പാടില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് സുജൂദിന്റെ ഒക്കെ കാര്യത്തിൽ. ഇമാം 2-ാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ 3-ാമത്തെ ഒരു റക്അത്തിൽ ഒരു സുജൂദേ ചെയ്യുന്നുള്ളൂ,
ഇമാം രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നില്ല, ഒരു സുജൂദ് ചെയ്ത് ഇടയിൽ ഇരുത്തവും രണ്ടാമത്തെ സുജൂദും നഷ്ടപ്പെടുത്തി ഇമാം എഴുന്നേൽക്കുകയാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവിടെ മുഫാറക്കത്തിന്റെ നിയ്യത്ത് വെക്കുക, ഞാൻ ഇമാമുമായി പിരിയുകയാണ്, രണ്ടാമത്തെ സുജൂദ് നമ്മൾ തന്നെ ചെയ്യുക. അതിനു മുമ്പ് സുബ്ഹാനല്ലാഹ് പറയണം, ഇമാം വന്നാൽ അവിടെ നമുക്ക് ഇമാമിനോടൊപ്പം നിസ്കരിക്കാം. അതല്ല എങ്കിൽ ബാക്കി രണ്ടാമത്തെ സുജൂദും ഇടയിലെ ഇരുത്തവും രണ്ടാമത്തെ സുജൂദൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ പിന്നീട് ആ നിസ്കാരം ഒറ്റക്ക് പൂർത്തിയാക്കുകയാണ് വേണ്ടത് എന്നാണ്. കാരണം സുജൂദ് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പാടില്ല, ഇമാമിനോടൊപ്പം എഴുന്നേൽക്കാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത തശഹുദ് നമുക്ക് പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് തശഹുദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നിസ്കാരത്തിലെ റുക്നുകളും വാജിബുകളും അറിയുക എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ എന്നും നിസ്കരിക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ റുക്നുകളും വാജിബുകളും. അപ്പൊ അതൊന്ന് വേർതിരിച്ചറിയുക, അതിനുവേണ്ടി പഠിക്കുക എന്നുള്ള കാര്യം അതറിയുമ്പോഴേ നമുക്ക് നിസ്കാരത്തിന്റെ സഹവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട മസ്അലകൾ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ഇത് നമ്മൾ നിസ്സാരമായ കാര്യമാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് ഓരോ മുസ്ലിമിനും അവന്റെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം അത് അറിഞ്ഞിരിക്കുകയും അത് പഠിക്കുകയും അത് എന്നിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അറിയണം. നിസ്കാരത്തിൽ സുജൂദ് റുക്കനാണ് എന്നറിയണം, അത് തശഹുദ് അത് വാജിബായതും റുക്കനായതും ഉണ്ട് എന്നുള്ള കാര്യം അവർ അറിയേണ്ടതുണ്ട്. അടുത്തത് എങ്ങനെ ഇതിൽ ഒരാൾ ഇമാം അല്ലെങ്കിൽ മഅ്മൂം ആരുമാകട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തിയാകട്ടെ ഇമാം ആകട്ടെ, നിസ്കരിച്ചു ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയാലും പിന്നീട് വന്നിട്ട് ബാക്കി നിസ്കാരം പൂർത്തിയാക്കിയാൽ മതി എന്നൊരു ഫായിദ ഇതിൽ കിട്ടും. അതല്ലാതെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ മാത്രമല്ല, ഒരാൾ നിസ്കരിച്ചു പുറത്തേക്ക് പോയി എന്ന് വിചാരിച്ചാലും അയാൾക്ക് ബാക്കി വന്ന് നിസ്കരിച്ചാൽ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുസല്ലയിൽ നിന്നും എഴുന്നേറ്റ് അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്, മസ്ജിദിന്റെ ഒരു ഭാഗത്തേക്ക് മാറിപ്പോകുന്നുണ്ട്, എന്നിട്ട് വീണ്ടും വന്നിട്ട് നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റാലും ബാക്കി നിസ്കരിച്ചാൽ മതി എന്നാണ്. അതുപോലെ ബാക്കി നിസ്കരിക്കുന്ന സമയത്ത് അതിലൊന്നും കൂട്ടേണ്ടതില്ല. ഫസല്ല മാ തറക്ക് എന്നാണ് പറഞ്ഞത്, ഉപേക്ഷിച്ച കാര്യമാണ് അവിടെ നിസ്കരിച്ചിട്ടുള്ളത്. സഹവിന്റെ സുജൂദ് അല്ലാതെ വേറൊന്നും അതിൽ അധികരിച്ച് ചെയ്യേണ്ടതില്ല. ബാക്കി എത്രയാണോ ഉള്ളത് അത്ര നിസ്കരിക്കുക. എന്താണോ ബാക്കിയുള്ളത് അത്, ഒരു റക്കായത്ത ബാക്കിയാണെങ്കിൽ ഒരു റക്കായത്ത്, രണ്ടാണെങ്കിൽ രണ്ട് എന്നുള്ള കാര്യമാണ്. ഇനിയാണ് സഹവിന്റെ സുജൂദിന്റെ പ്രധാനപ്പെട്ട ഒരു ഫായിദ അദ്ദേഹം പറയുന്നത്, അന്ന സുജൂദ യകൂനു ബഅദ സലാം ഫീമാ ഇദാ സല്ലമ അൻ നഖ്സിൻ. ഒരു കാര്യം കുറവാണ് നമ്മൾ നിസ്കാരത്തിൽ ചെയ്തത് എങ്കിൽ സുജൂദ് എപ്പോഴും ശേഷമാണ് ചെയ്യുക. സുമ്മ അച്ചമ്മ, പിന്നീട് അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഒരു കാര്യം കുറഞ്ഞിട്ട് പിന്നീട് അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഫീമാ ഇദാ സല്ലമ അൻ നഖ്സിൻ സുമ്മ അച്ചമ്മ, നിസ്കാരത്തിൽ ഒരു കാര്യം കുറഞ്ഞുപോയി, പിന്നീട് നമ്മൾ അത് പൂർത്തിയാക്കുകയും ചെയ്തു. ആ കുറഞ്ഞ കാര്യം നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്തു. ആ പോയിന്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു കാര്യം നമ്മൾ നിസ്കാരത്തിൽ കുറഞ്ഞുപോയി, പിന്നീട് നമ്മളത് പൂർത്തിയാക്കുകയും ചെയ്തു എങ്കിൽ സുജൂദ് എപ്പോഴും ശേഷമായിരിക്കും വരിക. ഇവിടെ അങ്ങനെയാണ് ചെയ്തത്. സലാം വീട്ടി, സുമ്മ സല്ലം, സലാം വീട്ടി, സുമ്മ ഖബ്ബർ, പിന്നീടാണ് തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഇവിടെ യഥാർത്ഥത്തിൽ കുറവല്ലേ സംഭവിച്ചത്, കൂടുതലല്ലല്ലോ സംഭവിച്ചത് എന്ന് നമുക്ക് തോന്നും. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഖായിദ മനസ്സിലാക്കിയാൽ മതി, കുല്ലമാ കാന സുജൂദു സഹ്വി അൻ സിയാദ, സുജൂദു സഹ്വ് എപ്പോഴെല്ലാം ഒരു സിയാദത്തിന് വേണ്ടിയിട്ടാണ്, നിസ്കാരത്തിൽ അധികരിച്ച ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫൈനഹു യകൂനു ബഅദ സലാം, അത് സലാം വീട്ടിയതിന് ശേഷമാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഖായിദ ഇത്രയേ ഉള്ളൂ. നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അധികമായിട്ടാണ് നമ്മൾ ചെയ്തത് എന്ന് വിചാരിക്കുക എങ്കിൽ സലാം വീട്ടിയതിന് ശേഷമായിരിക്കും സുജൂദ് സഹ്വ് ചെയ്യേണ്ടത്. സലാം വീട്ടിയിട്ട് സുജൂദ് സഹ്വ് ചെയ്യുക. ഇത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ പല ആളുകളും ഇത് പ്രയാസം വിചാരിച്ചിട്ടത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു കളയും. വളരെ എളുപ്പമാണ്. നിസ്കാരത്തിൽ ഒരു കാര്യം അധികമായി ചെയ്തു എന്ന് വിചാരിക്കുക എങ്കിൽ സലാം വീട്ടിയതിന് ശേഷമായിരിക്കും സുജൂദ് സഹ്വ്, ഈ നിസ്കാരത്തിൽ ചെയ്തതുപോലെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന് ലാഹിറായിട്ട് ചിന്തിക്കുമ്പോൾ ചിന്തിച്ചേക്കാം, ഇവിടെ 2 റക്അത്ത് കുറവാണല്ലോ നിസ്കരിച്ചത്, അപ്പൊ എങ്ങനെയാണ് അധികം എന്ന് നിങ്ങൾ പറഞ്ഞത്? 2 റക്അത്ത് കുറവ് നിസ്കരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുറവ് നികത്തിയിട്ട് സലാം വീട്ടിയത് ശേഷമാണ്, സലാം വീട്ടിയതിന് ശേഷമാണ് സുജൂദിന്റെ സഹ്വ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് അത് കുറവ് നിസ്കരിച്ചത് ചെയ്തത്? അല്ല, ഇവിടെ ഒന്നും കുറവ് സംഭവിച്ചിട്ടില്ല. കാരണം ആ കുറഞ്ഞ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കുന്നത്. അതാണ് സുമ്മ അച്ചമ്മ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനിടയിൽ ഒരു സിയാദത്ത് വന്നു. എന്താണ് ആ സിയാദത്ത്? ഒരു സലാം സിയാദത്തായിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടയിൽ ഒരു സലാം വീട്ടിയല്ലോ, അവിടെ യഥാർത്ഥത്തിൽ സലാം ഇല്ലായിരുന്നു. തശഹുദ്, രണ്ടാമത്തെ തശഹുദ് എഴുന്നേൽക്കേണ്ടതായിരുന്നു, അവിടെ ഒരു സലാം ഇല്ലായിരുന്നു. ആ സലാം സിയാദത്തായിട്ട് വന്നു. പിന്നീടോ ബാക്കി 2 റക്അത്ത് പൂർത്തിയാക്കി സാധാരണഗതിയുള്ള സലാം വന്നു. അപ്പൊ മൊത്തത്തിൽ തസ്ലീമച്ചാൻ 2 തവണ സലാം പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അത് അധികരിച്ചു വന്നു. ഒരു പേർ അധികരിച്ചു വന്നു, അതിന്റെ ഇടയിൽ ഒരു തസ്ലീമത്താൻ അധികരിച്ചു വന്നു, അപ്പോൾ ഒരു സിയാദത്തായി. അപ്പൊ അങ്ങനെ എന്ത് സിയാദത്ത് ഉണ്ടായാലും ബഅദ സലാം, നിസ്കാരത്തിന് ശേഷമാണ്, അഥവാ സലാം വീട്ടിയതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ്. ഇനി ഒരാൾ 3 തവണ സുജൂദ് ചെയ്തു എന്ന് വിചാരിക്കുക,
രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞു, എഴുന്നേൽക്കേണ്ടതിന് പകരം ഇടയിൽ ഇരുത്തത്തിലിരിക്കുകയും നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് ഇമാമിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണെങ്കിൽ അത് നമ്മൾ ഇസ്തിറാഹത്തിന് വേണ്ടി ഇരുന്നതാണെന്ന് വിചാരിച്ചു. ഇമാം പിന്നെയും സുജൂദ് ചെയ്തു, മൂന്നാമതും സുജൂദ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിച്ചത്? സിയാദത്താണ് സംഭവിച്ചത്, യാതൊരു സംശയവുമില്ല. 3 സുജൂദ് വരിക എന്നുള്ളത് സിയാദത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? സലാം വീട്ടിയതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ നിസ്കാരത്തിൽ എവിടെയെല്ലാം സിയാദത്താണ് വന്നത് എങ്കിൽ സലാം വീട്ടിയതിന് ശേഷം അതിന് സുജൂദ് ചെയ്യുക. അതിന് ഹിക്മത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ട് സിയാദത്ത് നിസ്കാരത്തിൽ ഒരുമിക്കണ്ട. കാരണം സുജൂദ് സഹവ് എന്ന് പറയുന്നത് ഒരു സിയാദത്താണ്, സാധാരണ നിസ്കാരത്തിൽ ഇല്ലതാണ്. ഇവൻ ഓൾറെഡി ഒരു സിയാദത്ത് ചെയ്തു, 3 സുജൂദ് ചെയ്തു. പിന്നെ സുജൂദ് സഹവും സലാം വിട്ടുന്നതിന് മുമ്പ് ചെയ്ത നിസ്കാരത്തിൽ കുറെ സിയാദത്ത് വരും. അതുകൊണ്ടായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സലാം വീട്ടിയതിന് ശേഷമാണ്. ഏതുമാകട്ടെ, ഒരാൾ 2 തവണ റുക്കൂ ചെയ്തു, വല്ലപ്പോഴൊക്കെ സംഭവിച്ചേക്കാം. റുക്കൂ ചെയ്ത് എത്തുതാലിൽ വന്നു, പെട്ടെന്ന് ചിന്ത പോയി, ഞാൻ റുക്കൂ ചെയ്തോ, വീണ്ടും റുക്കൂ ചെയ്തു. പിന്നീട് എഴുന്നേൽക്കുമ്പോൾ ശരിക്കും ബോധ്യമായി ഞാൻ 2ാമത്തെ തവണ ഇത് റുക്കൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിയാദത്ത് സംഭവിച്ചു. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. സലാം വീട്ടിയതിന് ശേഷം ആ നിസ്കാരം പൂർത്തിയാക്കുക. സലാം വീട്ടിയതിന് ശേഷം സഹവിന്റെ സുജൂദ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഇത് സലാം വീട്ടിയതിന് ശേഷം തന്നെ ചെയ്യണമെന്ന് വാജിബാണോ അതല്ല മുസ്തഹബായ കാര്യമാണോ? പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അല സബീലിൽ ഇസ്തിഹ്ബാബാണ്, മുസ്തഹബാണ് എന്നുള്ള നിലക്കാണ്. അഥവാ ഒരാൾ അതിന് മുമ്പ് ചെയ്താലും നിസ്കാരത്തെ ബാധിക്കുകയില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. പക്ഷെ നിങ്ങളിനി അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ പഠിച്ചു തരും. നിസ്കാരത്തിന്റെ സുജൂദ് സഹവ് അത് അധികരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ബഅദ സലാം 2 സിയാദത്ത് നിസ്കാരത്തിൽ വേണ്ട. പക്ഷെ അത് വാജിബാണോ? ഭൂരിഭാഗം പണ്ഡിതന്മാർ വാജിബല്ല മുസ്തഹബാണെന്നാണ്. പക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഖ്തിയാറാത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്തിട്ട അഭിപ്രായം അത് വാജിബാണ് എന്നുള്ള. അദ്ദേഹം പറയുന്നത് മുമ്പ് ചെയ്യേണ്ടത് മുമ്പ് തന്നെ ചെയ്യണം, സലാം വീട്ടിയതിന് ശേഷം ചെയ്യേണ്ടത് സലാം വീട്ടിയിട്ട് തന്നെ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത് തെളിവുകളൊക്കെ നോക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ശരിയായി തോന്നുന്നത്. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാർ ഇത് പറയാത്തത് കാരണത്താൽ ഞാനത് പറയുന്നില്ല. പക്ഷെ ഖുവ്വത്തു ദലീൽ, തെളിവിന്റെ ശക്തി നോക്കുമ്പോൾ അതാണ് ശരിയായി തോന്നുന്നത്. കാരണം സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം മനഃപൂർവ്വം ഒരാൾ സലാം വീട്ടിയതിന് ശേഷം ചെയ്താൽ മനഃപൂർവ്വം ഒരു വാജിബായ കാര്യം അതില്ലാതാക്കുകയാണ്. അപ്പൊ നിസ്കാരം ബാത്തിലാകുമല്ലോ. വാജിബായ ഒരു കാര്യം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. ഇനി ശേഷം ചെയ്യേണ്ടതായ സലാമാണ് ഒരാൾ മനഃപൂർവ്വം സലാം വീട്ടുന്നത്, ശേഷം ചെയ്യേണ്ടതായ സുജൂദാണ് ഒരാൾ മനഃപൂർവ്വം സലാം വീട്ടുന്നത് മുമ്പ് ചെയ്യുന്നതെങ്കിൽ നിസ്കാരത്തിൽ അവർ അധികരിക്കുന്ന ഒരു പ്രവൃത്തി അയാൾ മനഃപൂർവ്വം ചെയ്യുകയാണ്, അപ്പോഴും ബാത്തിലാകും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് കൃത്യമായി ഗ്രഹിക്കുകയും ആളുകൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാർ സബീലിൽ ഇസ്തിഹ്ബാബാണ് മുസ്തഹബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പരമാവധി സൂക്ഷ്മത തന്നെ കാണിക്കുക. സിയാദത്ത് വന്നാൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഹദീസിൽ സിയാദത്തിന്റെ കാര്യമാണ്. അടുത്ത ഹദീസിലാണ് ഇൻഷാ അല്ലാഹ് നഖ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തൊരു ഫായിദ വരുന്നത് മശ്റൂഇയത്തു തക്ബീർ ലിസുജൂദി സഹ്വി ഇൻദ സുജൂദി വ ഇൻദ റഫ്ഇ മിൻ. സാധാരണ സുജൂദിലുള്ളത് പോലെ തന്നെ സുജൂദ് സഹ്വിലും സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീറും അതിൽ നിന്ന് ഉയർന്ന ഇടയിൽ ഇരുത്തത്തിന് തക്ബീറും ഉണ്ട്. വീണ്ടും പോകുമ്പോൾ തക്ബീറുണ്ട്, വീണ്ടും വരുന്ന തശഹുദിന് വേണ്ടി സലാം വീട്ടുന്നതിന് വേണ്ടി ഇരിക്കുമ്പോൾ തക്ബീറുണ്ട്. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. സുമ്മ സല്ലം സുമ്മ കബ്ബർ ആ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ തക്ബീർ മശ്റൂ ആണ്, സാധാരണ സുജൂദ് ചെയ്യുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ സഹുവിന്റെ സുജൂദിൽ പ്രത്യേകമായ മറ്റു ദിക്റുകളൊന്നും അധികമായി ചൊല്ലേണ്ടതില്ല. അല്ലാഹുമ്മ അഫു അന്നി സഹ്വി എന്നൊക്കെ ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ മറവിക്ക് അല്ലാഹു നീ പുറത്തു തരണേ, മാപ്പാക്കി തരണേ, അങ്ങനെയുള്ളതൊക്കെയുണ്ട്. പക്ഷെ അതൊന്നും ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ സുജൂദിൽ എന്താണോ ചൊല്ലുന്നത് അത് സുബ്ഹാന റബ്ബിയൽ അല ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി ആണെങ്കിൽ അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. കാരണം മിസ്ല സുജൂദി, സാധാരണ സുജൂദ് പോലെ എന്താ പറഞ്ഞു 3 തവണ അല്ല, നമ്മൾ എത്രയാണ് സാധാരണ സുജൂദ് ചെയ്യാറുള്ളത് അത്രയും സാധാരണ പോലെ തന്നെ ചെയ്യാം. അതിൽ കൂടുതലൊന്നും ചൊല്ലേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു തആല സബ്ബിഹ്സ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലനാ റസൂലുള്ളാഹി, സഹാബത്ത് പറഞ്ഞു, ഖാല ലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്അലുഹാ ഫീ സുജൂദിക്കും, അത് നിങ്ങൾ നിങ്ങളുടെ സുജൂദിലാക്കിക്കൊള്ളുക, അത് തസ്ബീഹ് ചെയ്യുക, റബ്ബിനെ തസ്ബീഹ് ചെയ്യുക, സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ള തസ്ബീഹ് ചെയ്യുക, അത് സുജൂദിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അത് എല്ലാ സുജൂദിലും ബാധകമാണ്. കാരണം അവിടുന്ന് പറഞ്ഞത് ഇജ്അലഹാ ഫീ സുജൂദിക്കും എന്നാണ്. അപ്പൊ സുജൂദു സഹവും എല്ലാ സുജൂദും അതിൽ ഉൾപ്പെട്ടു. അതിൽ നിന്നും പുറത്തു പോകാൻ വേറെ തെളിവ് വേണം. അത് വരാത്ത സ്ഥിതിക്ക് അത് തന്നെ സാധാരണ തസ്ബീഹ് തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് ബഅദ സലാമാണ് നമ്മൾ സഹവിന്റെ സുജൂദ് ചെയ്യുന്നതെങ്കിൽ ആ സലാമിന് ശേഷം നമ്മൾ സഹവിന്റെ സുജൂദ് 2 എണ്ണം ചെയ്യും. പിന്നൊരു തശഹുദില്ല. അത് നമ്മൾ അത്തഹിയാത്തൊക്കെ ചൊല്ലി സലാം വീട്ടി
നമ്മൾ 2 സഹവിന്റെ സുജൂദ് ചെയ്യും, പിന്നീട് നമ്മൾ ഇരിക്കും, വീണ്ടും ഒരു അത്തഹിയാത്തില്ല, വീണ്ടും ഒരു തശഹുദില്ല. ആ ഇരുത്തം നേരെ സലാം വിട്ടാൻ അല്ലാഹു അക്ബർ സുജൂദ്, അല്ലാഹു അക്ബർ ഇടയിലിരുത്തം, അല്ലാഹു അക്ബർ വീണ്ടും സുജൂദ്, അല്ലാഹു അക്ബർ, പിന്നെ സലാം വിട്ടുക എന്നതേ ഉള്ളൂ. അവിടെ പിന്നെ ഒരു തശഹുദില്ല. കാരണം ഹദീസിൽ അത്രേ വന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തശഹുദ് ചൊല്ലിയതായിട്ട് വന്നിട്ടില്ല, മറിച്ച് സലാം വീട്ടി എന്നതാണ് ഹദീസിൽ ഉള്ളത്. ഇത്രയുമാണ് ഈ ഹദീസിലുള്ള ഫായിദകൾ. നമ്മൾ പറഞ്ഞു ഈ ഹദീസ് ചില പണ്ഡിതന്മാർ ഈ ഒറ്റ ഹദീസ് വെച്ചിട്ട് തന്നെ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഒരുപാട് ഫായിദകൾ അവർ അതിൽ നിന്നും ഇനിയും എഴുതിയതായി കാണാൻ സാധിക്കും. അടുത്ത രണ്ടാമത്തെ ഹദീസ്, ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു أن النبي صلى الله عليه وسلم صلى بهم الظهر فقام في الركعتين الأوليين ولم يجلس فقام الناس معه حتى إذا قضى الصلاة وانتظر الناس تسليمه كبر وهو جالس فسجد سجدتين قبل أن يسلم ثم سلم. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്ക് ളുഹർ നിസ്കരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ അവിടുന്ന് എഴുന്നേൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ റക്അത്തിൽ തശഹുദുൽ അവ്വൽ, ഒന്നാമത്തെ തശഹുദിൽ ഇരിക്കേണ്ടതിന് പകരം അവിടുന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്തത്. വലം യജ്ലിസ്, ഇരുന്നിട്ടില്ല. ഫഖാമൻ നാസു മഅഹു ഹത്താ ഇദാ ഖള സലാ, അവർ ജനങ്ങളെല്ലാവരും തന്നെ, സഹാബത്ത് എല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എഴുന്നേൽക്കുകയുണ്ടായി. ഹത്താ ഇദാ ഖള സലാ, അവർ നിസ്കാരം ഇങ്ങനെ പൂർത്തിയായപ്പോൾ അവർ വന്തളറ നാസു തസ്ലീമഹു, ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നത് കാത്തു നിന്നു. സലാം വീട്ടാനായി, അപ്പോൾ അവിടുന്ന് സലാം വീട്ടിയിട്ടില്ല, മറിച്ച് കബ്ബറ വഹുവ ജാലിസ്, ഇരുന്നുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞത്. ഫസജദ സജ്ദതൈൻ, പിന്നീട് 2 സുജൂദ് ചെയ്തു. ഖബ്ല അൻ യുസല്ലിം, സലാം വീട്ടുന്നതിന് മുമ്പ്. സുമ്മ സല്ലം, പിന്നീട് സലാം വീട്ടി. അഥവാ ഇവിടെ എപ്പോഴാണ് സഹവിന്റെ സുജൂദ് ചെയ്തത്? ഖബ്ല സലാം, സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹവിന്റെ സുജൂദ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ ഒരു തശഹുദ് മറക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം മറന്നിട്ടാണ്, ഒരു കാര്യം ചെയ്യാൻ മറന്നിട്ടാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത് എങ്കിൽ സഹുവിന്റെ സുജൂദ് എപ്പോഴാണ് വരിക? അത് സലാം വീട്ടിയതിന് ശേഷമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹദീസിലുള്ള ഫായിദകൾ നോക്കാം. ഒന്നാമത്തേത്, നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ ഫീഹി ദലീലുൻ അലാ വുഖൂഇ സഹ്വി മിനർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിക്കാം എന്നുള്ളതിന് ഈ ഹദീസിലും തെളിവുണ്ട്. കഴിഞ്ഞ ഹദീസിൽ അവിടുന്ന് 2 റക്അത്തായി ചുരുങ്ങി നിസ്കരിച്ച് മറവി സംഭവിച്ചു പോയി. ഇവിടെ ഇരിക്കുക എന്നുള്ള സുജൂദിന്റെ തശഹുദിന്റെ ഇരുത്തം അവിടുന്ന് മറക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിക്കാം എന്നുള്ളത് ഈ ഹദീസിൽ നിന്നും തെളിവുണ്ട്. ഇനി ഈ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ്, നമുക്കൊക്കെ അമലാക്കാൻ പറ്റിയ, അറിഞ്ഞിരിക്കേണ്ടതായ ഒരു തെളിവ് എന്താണ്? ആരെങ്കിലും ഒന്നാമത്തെ തശഹുദിൽ അഥവാ രണ്ടാമത്തെ റക്അത്തിൽ ഇരിക്കുന്ന തശഹുദിൽ ഇമാം എപ്പോഴെങ്കിലും എഴുന്നേറ്റു, ഇരിക്കാതെ എഴുന്നേറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്താകട്ടെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ നേരെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും തശഹുദ് ഇരിക്കാൻ വേണ്ടി, ഓർമ്മ വന്നാൽ പോലും വീണ്ടും തശഹുദ് ഇരിക്കാൻ വേണ്ടി താഴേക്ക് വരാൻ പാടില്ല. വീണ്ടും തശഹുദ് ഇരിക്കാൻ എഴുന്നേറ്റ് നേരെ നിന്ന് കഴിഞ്ഞാൽ, അത് ഫാത്തിഹ തുടങ്ങിയിട്ടാകട്ടെ അതല്ല തുടങ്ങാത്ത അവസ്ഥയിലാകട്ടെ, നമ്മൾ നേരെ നിന്നതിന് ശേഷമാണ് ഞാൻ തശഹുദിൽ ഇരുന്നിട്ടില്ല എന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? അയാൾ തശഹുദിന് വേണ്ടി മടങ്ങാൻ പാടില്ല. ഇനി ഇമാം എഴുന്നേൽക്കുന്നതിന് ഇടയിലാണ് ആളുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. പക്ഷെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും ഇമാം നേരെ നിന്നിട്ടുണ്ട് എങ്കിൽ ആ ഇമാം എന്ത് ചെയ്യേണ്ടതില്ല? ഇരിക്കേണ്ടതില്ല. മറിച്ച് അവസാനത്തിൽ സഹവിന്റെ സുജൂദിന് പറയുന്നത് പോലെ ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം തശഹുദുൽ അവ്വൽ എന്നുള്ളത് നിസ്കാരത്തിലെ വാജിബുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. എഴുന്നേൽക്കൽ ഖിയാം എന്ന് പറയുന്നത് നിസ്കാരത്തിൽ റുക്നിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വാജിബ് നഷ്ടപ്പെടുത്ത അടുത്ത റുക്നിലേക്ക് എത്തിയാൽ ആ റുക്നിൽ നിന്നും വീണ്ടും വാജിബുകളിലേക്ക് പോകാൻ പാടില്ല എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതിനെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഇബ്നു മാജയിലെ ഒരു ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുകും മിനർ റക്അതൈൻ, നിങ്ങളിൽ ഒരാൾ 2 റക്അത്തിൽ നിന്നും എഴുന്നേറ്റാൽ, ഇരിക്കാതെ, കാരണം എല്ലാ 2 റക്അത്തിലും ഇരുത്തുണ്ട്, അങ്ങനെ എഴുന്നേറ്റാൽ ഫലം യസ്തതിമ ഖായിമൻ, അങ്ങനെ അവൻ എഴുന്നേറ്റ് നേരെ ആയിട്ടില്ല എങ്കിൽ ഫല്യജ്ലിസ്, അവൻ ഇരിക്കട്ടെ. അതായത് ഒരാൾ സുജൂദിൽ നിന്നും തശഹുദിൽ ഇരിക്കാതെ എഴുന്നേറ്റാണ്, അപ്പൊ എഴുന്നേറ്റ് ഇങ്ങനെ നേരെ ആയിട്ടില്ല, ആ വരുന്ന പകുതിക്ക് എവിടെയെങ്കിലാണ് ഉള്ളത്, അപ്പോൾ ഓർമ്മ ഒന്നും, അല്ലെങ്കിൽ ആളുകൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അപ്പോൾ ഉടനെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫല്യജ്ലിസ്. ഫൈദസ്തതമ്മ ഖായിമൻ ഫലാ യജ്ലിസ്, അവൻ നേരെ നിന്ന് കഴിഞ്ഞാൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്. വയസ്ജുദ് സജ്ദതൈ അസ്സഹവ്, അവൻ സഹവിന്റെ 2 സുജൂദ്
അവസാനം ചെയ്താൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് ഖിറാഅത്ത് ആൻ ഫാത്തിഹ തുടങ്ങിയാലും ശരി അല്ലെങ്കിലും ശരി, എന്തായാലും അവൻ നേരെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് സുജൂദിലേക്ക് തശഹുദിലേക്ക് മടങ്ങരുത്, മറിച്ച് അവിടെ തന്നെ നിൽക്കുക എന്നതാണ്. ഇനി ഇമാം തശഹുദുൽ അവ്വൽ മറന്നു കഴിഞ്ഞാൽ മഅ്മൂമീങ്ങൾക്കും അത് ഒഴിവായി കിട്ടും. മഅ്മൂമീങ്ങൾക്ക് ഓർമ്മയുണ്ട് എങ്കിൽ പോലും എന്താണ് മഅ്മൂമീങ്ങൾ ചെയ്യേണ്ടത്? നമ്മൾ എഴുന്നേൽക്കണം. നമുക്കെല്ലാവർക്കും യഖീനാണ് തശഹുദുൽ അവ്വൽ ചൊല്ലിയിട്ടില്ല എന്നുള്ളത് യഖീനാണെങ്കിൽ പോലും ഇമാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവായി കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തശഹുദ് എങ്ങനെയെങ്കിലും വേഗം ചൊല്ലി എണീക്കാന്ന് വിചാരിക്കണ്ട. ആ തശഹുദ് എനിക്കേതായാലും മനസ്സിലായില്ല, അപ്പോൾ ഞാൻ തഹിയ്യാത്തുൽ മുബാറക് എന്ന സ്പീഡ് ചൊല്ലിയിട്ട് ഇമാമിനെ പിടിക്കാം എന്ന് വിചാരിക്കണ്ട, മറിച്ച് ഇമാമിനോടൊപ്പം തന്നെ എഴുന്നേൽക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നിസ്കാരം മാറ്റി നിസ്കരിക്കുകയും വേണ്ട. കാരണം സാധാരണഗതിയിൽ ഒരാൾ വാജിബായ ഒരു കാര്യം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ എന്താണ് വിധി? അത് നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിന്റെ വാജിബുകളിൽ ഏതെങ്കിലും ഒന്ന് മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാകും. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവിടെ മറന്നിട്ടാണ് നമ്മൾ എഴുന്നേറ്റത് എങ്കിൽ നമുക്ക് പിന്നെ ഓർമ്മ വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? അത് പ്രവർത്തിക്കേണ്ടതില്ല, തശഹുദുൽ അവ്വൽ പ്രവർത്തിക്കേണ്ടതില്ല എന്നതാണ്. ഇനി ഇതുപോലെ തന്നെയാണ് മറ്റു വാജിബുകളായ കാര്യം. നമുക്ക് ഒരാൾക്ക് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്നുള്ളത് ചൊല്ലാൻ മറന്നു, സുജൂദിൽ പോയി നമ്മൾ എഴുന്നേറ്റപ്പോഴാണ് നമ്മൾ ചൊല്ലിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. നമ്മൾ വീണ്ടും സുജൂദിൽ പോയി സുബ്ഹാന റബ്ബിയൽ അലീം ചൊല്ലേണ്ടതില്ല, മറിച്ച് അവസാനത്തിൽ സഹവിന്റെ സുജൂദ് സുബ്ഹാന റബ്ബിയൽ ആല ചൊല്ലേണ്ടതില്ല. ഇനി ഒരാൾ ഇടയിലിരുത്തത്തിൽ റബ്ബി ഗുഫിർലി അത് ചൊല്ലാൻ മറന്നു എന്ന് വിചാരിക്കുക. അടുത്ത സുജൂദി പോയപ്പോഴാണ് ഓർമ്മ വന്നത് എങ്കിൽ അത് നമ്മൾ വീണ്ടും ചൊല്ലേണ്ടതില്ല, മറിച്ച് അവസാനത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. നിസ്കാരത്തിലുള്ള എല്ലാ വാജിബുകളും അങ്ങനെ തന്നെ. ഒരു തക്ബീർ പറയാൻ മറന്നുപോയി, നിസ്കാരത്തിൽ വാജിബിൽപ്പെട്ടതാണ്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത മറ്റു തക്ബീറുകൾ നിസ്കാരത്തിലെ വാജിബിൽപ്പെട്ടതാണ്. ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ മറന്നുപോയി എന്ന് വിചാരിക്കുക, ഉടനെ ഓർമ്മ വന്നു, അവൻ വീണ്ടും തക്ബീർ പറയേണ്ടതില്ല, മറിച്ച് അവസാനത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മൾ വല്ല വാജിബുകളും മറന്നുപോയി എന്ന് വിചാരിക്കുക. നമ്മളൊരു തക്ബീർ മറന്നുപോയി, നമ്മളൊരു സുബ്ഹാന റബ്ബിയൽ അലീം ചൊല്ലാൻ മറന്നുപോയി, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ ആല എന്നുള്ളത് ചൊല്ലാൻ മറന്നുപോയാൽ ഇമാമിനോടൊപ്പം തന്നെ നമുക്ക് സലാം വീട്ടാം എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാമിനോടൊപ്പം തന്നെ, അതൊക്കെ ഇമാം ഏറ്റെടുക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്, ജമാഅത്തായ നിസ്കാരത്തിന്റെ ഫضലിൽപ്പെട്ടതാണ്. നമ്മളത് മറന്നാൽ പോലും നമ്മളായിട്ട് അവസാനം സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല, മറിച്ച് ഇമാമിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സലാം വീട്ടാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മൾ മറന്ന കാര്യം നമ്മളൊരു മസ്ബൂക്കായിട്ട് വന്ന സമയത്തുള്ള സംഭവമാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ 4 റക്അത്തിൽ 2ാമത്തെ റക്അത്തിലാണ് വന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇമാമിനോടൊപ്പം സലാം വീട്ടുന്നില്ല, ഇമാമിനോടൊപ്പം നമ്മൾ സലാം വീട്ടുന്നില്ല, നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അവസാനത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ ഇമാമിനോടൊപ്പം തുടക്കം മുതലേ ഉള്ള ആളാണ് എങ്കിൽ നമ്മൾ ഇതുപോലെ സുജൂദിലോ റുക്കൂഇലോ തക്ബീറുകളോ അങ്ങനെ ഏതെങ്കിലും ഒരു വാജിബ് നമ്മൾക്ക് വിട്ടുപോയാലും ഇമാമിനോടൊപ്പം സലാം വീട്ടാം. നമ്മളായിട്ടൊരു സഹവിന്റെ സുജൂദ് അവിടെ എന്ത് ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ മസ്ബൂക്കായിട്ട് വന്നു, നമുക്ക് 1ാമത്തെ റക്അത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ 2ാമത്തെ റക്അത്ത് കിട്ടിയില്ല, എന്നിട്ടാണ് നമുക്ക് സുജൂദിന്റെ സഹവ്, എന്നിട്ടാണ് നമ്മൾ മറന്നിട്ടുള്ളത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒറ്റക്കാണ് അവസാനം സലാം വീട്ടുന്നത്. അപ്പോൾ എന്താണ് മറവി സംഭവിച്ചതായിരിക്കും മിക്കവാറും. സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സഹവിന്റെ സുജൂദ് ചെയ്യുന്നു, എന്നിട്ട് സലാം വീട്ടുന്നു. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ഫായിദ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇവിടെ 2 ഹദീസുകളിലായിട്ട് 2 ഹദീസ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളൂ. 1ാമത്തെ ഹദീസിൽ സിയാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് വന്നത്. സിയാദത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വേണം, ആ ഹദീസിൽ 2 റക്അത്ത് കുറവാണ് നിസ്കരിച്ചത്, പക്ഷെ അതിന് സിയാദത്ത് നമ്മൾ പറയുന്നത് ഒരു സലാം അധികരിച്ചു വന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അതിന്റെ സിയാദത്ത്. അപ്പോൾ സിയാദത്തുമായി ബന്ധപ്പെട്ട മസ്അല വന്നു, അതിനെക്കുറിച്ച് പഠിച്ചു. നിസ്കാരത്തിന് ശേഷമാണ്, സലാം വീട്ടിന് ശേഷമാണ് സഹവിന്റെ സുജൂദ്. നഖ്സിനെ കുറിച്ചിട്ടാണ് ഈ ഹദീസിൽ വന്നത്, ഒരു തശഹുദ് ഒഴിവായി. അപ്പോൾ എന്ത് ചെയ്തു? സുജൂദ് അത് സലാം വീട്ടുന്നതിന് മുമ്പാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഷക്കിന്റെ ഒരു കാര്യമാണ്, സംശയമാണ്. അത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ വിശദീകരിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾക്കാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഒന്നുകിൽ സിയാദത്ത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ നഖ്സ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഷക്കുണ്ടായാൽ. ഈ 3 സന്ദർഭത്തിലാണ് സഹവിന്റെ സുജൂദ്
ചെയ്യേണ്ടതായിട്ടുള്ളത്. സിയാദത്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് സലാം വീട്ടിയതിന് ശേഷമാണ്. നഖ്സ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് സലാം വീട്ടുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഇനി ഷക്കിന്റെ വിഷയമാണ് അടുത്തതായി പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഷക്കിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, വശക്കു സലാസത്തു അഖ്സാമിൻ, 3 രൂപത്തിലുള്ള ഷക്കുണ്ട്. പൊതുവെ വസ്വാസുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഷക്കുമായി ബന്ധപ്പെട്ട സംശയവുമായി ബന്ധപ്പെട്ട ചില ഖായിദകളാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേവലം നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. അതിലൊന്നാമതായി അദ്ദേഹം പറയുന്നത്, ഷക്ക് ഉണ്ടാകുക, സംശയമുണ്ടാകുക, അൽ ഖിസ്മുൽ അവൽ യഹ്ദുസു ലിൽ ഇൻസാനി ബഅദ ഫറാഗിസ് സലാ ലമ്മ ഫറഗത്തിസ് സലാത്തു ഷക്ക. അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷം അവൻ സംശയം വരും. എന്താണ് സംശയം? ഹൽ സജദ സജ്ദതൈൻ, ഹൽ ഖാല സുബ്ഹാന റബ്ബിയൽ അളീം ഫി റുകൂ ഔ മാ അശ്ബഹ ദാലിക്. ഞാൻ 2 സുജൂദ് ചെയ്തോ അല്ല ഒന്നാണോ ചെയ്തത്? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ് അത് വരിക. അതല്ല ഞാൻ റുക്കൂവിൽ സുബ്ഹാന റബ്ബിയൽ അളീം പറഞ്ഞിട്ടുണ്ടോ? അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവനിങ്ങനെ സംശയമായി വരും. അദ്ദേഹം പറയുന്നു, ഫഹാദ ലാ ഇബ്റത ബിഹി വലാ അസറ ലഹ. അത് പരിഗണിക്കേണ്ടതില്ല, അതിന്റെ ഒന്നും തന്നെ നമ്മൾ നിസ്കാരത്തെ ബാധിക്കുകയുമില്ല. വലാ യംബഗി ലിൽ ഇൻസാൻ അൻ യഖലഖ മിൻ. ആ വിഷയത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട, ഒരു പ്രയാസം വിചാരിക്കേണ്ട കാര്യം ഇല്ല. ലിഅന്നൽ അസ്ല അന്നൽ ഇബാദത വഖഅത് താമ്മ. കാരണം അടിസ്ഥാനം നിസ്കാരമെല്ലാം ഏത് ഇബാദത്താകട്ടെ അത് പൂർണ്ണമായി നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലൗ ഫുതിഹൽ ബാബു ലസ്തൗല ശൈത്താനു അലൽ ഇൻസാൻ. നമ്മൾ ഈ ഒരു അധ്യായം തുറന്നു കഴിഞ്ഞാൽ പിശാച് അവന്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരും. പിന്നീട് ഏത് ഇബാദത്ത് ചെയ്താലും അവൻ വസാറ കുല്ലമാ ഫറഗ മിൻ ഇബാദത്തിൻ ഖാല ലഹ് ലം തുക്മിൽഹ. എല്ലാ ഇബാദത്ത് ചെയ്താലും പിശാച് അവൻ ഇങ്ങനെ മന്ത്രിക്കും, ശരിയായിട്ടില്ല, വുളു എടുത്ത് ശരിയായിട്ടില്ല, എന്തോ കൈ കഴുകിയിട്ടില്ല, കാല് കഴുകിയിട്ടില്ല. അവൻ നിസ്കരിച്ചാൽ ഒരു റക്അത്ത് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സുജൂദ് ഏതോ ഒന്ന് കുറവാണ്, റുക്കൂ ചെയ്തിട്ടില്ലല്ലോ. ഈ രൂപത്തിൽ പിശാച് വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾക്ക് ശേഷം ഉണ്ടാകുന്ന സംശയത്തിലേക്ക് എന്ന് പറയുന്നത് പ്രത്യേകം അടിവരയിടണം, യക്കീനിലേക്കല്ല. ഇബാദത്തിന് ശേഷം ഒരാൾക്ക് യക്കീൻ ഉണ്ടായാൽ മാത്രമേ ആ ഇബാദത്ത് എന്ത് ചെയ്യേണ്ടതുള്ളൂ, അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുള്ളൂ. യക്കീനായി ഞാൻ ഒരു സുജൂദ് ചെയ്തിട്ടില്ല എന്ന് യക്കീൻ, ആ ഒരു സംശയമില്ല, എനിക്ക് ഉറപ്പാണ് ഞാൻ ഒറ്റ സുജൂദ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് അതിന്റെ അഹ്കാം വേറെ പഠിക്കാനുണ്ട്. എന്നാൽ കേവലം സംശയമാണ് ഇബാദത്തിന് ശേഷം നിന്നെ അലട്ടുന്നത് എങ്കിൽ ഒന്നും അതിന് പരിഗണിക്കേണ്ടതില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാത്തിലും തവാഫ് ചെയ്തു, സഈലെ ചെയ്യാൻ വേണ്ടി മസ്അയിലേക്ക് എത്തി, സഈ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പം പിശാച് ചോദിച്ചു, അല്ല ഞാൻ തവാഫ് 6 ആണോ ചെയ്ത് 5 ആണോ 7 ചെയ്തിട്ടുണ്ടോ? വെറുതെ സംശയം, ഒരു ഉറപ്പില്ല, എനിക്ക് വെറുതെ തോന്നുക 6 ആണ് ഞാൻ ചെയ്തത് എന്ന് വെറുതെ സംശയം ഒരാൾക്ക് സഈ ചെയ്യുന്ന സമയത്ത് വെറുതെ തോന്നുക. അല്ലെങ്കിൽ സഈ ചെയ്തതിന് ശേഷം നമ്മൾ തലമുണ്ടനം ചെയ്യാൻ അല്ലെങ്കിൽ വെട്ടാനൊക്കെ പോകുന്ന, തഹല്ലുലാകാൻ പോകുന്ന സമയത്ത് പിശാച് വെറുതെ ഒരു സംശയം, നീ മറവയിലേക്ക് എത്തിയത് 5ാമത്തതായിരിക്കും, 7ാമത്തതല്ല, നീ 5 ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്ന് വെറുതെ സംശയം ഉണ്ടാക്കുക. ആ സംശയം പരിഗണിക്കുകയേ വേണ്ട. ഇബാദത്ത് ചെയ്തതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരു സംശയവും പരിഗണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഷക്കിന്റെ ഇനം അയ്യക്കൂന കസീറ ഷുക്കൂക്ക്. ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് സംശയത്തിന്റെ കൊട്ട തന്നെ അവനുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, കുല്ലമാ ഫഅല ഇബാദത്തിൻ ശക്ക. എന്ത് ഇബാദത്ത് ചെയ്താലും ഷക്ക് ഉണ്ടാകുന്ന വ്യക്തികൾ, ഫഹാദ ലാ ഇബ്റത ബിഹി, അത് പരിഗണിക്കുകയേ വേണ്ട. ലിഅന്ന ഹാദ യുഅ്തബറു മറദൻ ഫിൽ ഇൻസാൻ. കാരണം അതൊരു മനുഷ്യന്റെ രോഗമാണ്. എന്താണ്? കുല്ലമാ ഫഅല ശൈഅൻ ശക്ക ഹൽ അതമഹു ഔ ലാ. എന്ത് ചെയ്താൽ ഞാൻ പൂർത്തിയാക്കിയോ ഇല്ലേ എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് രോഗമാണ്, അത് സംശയ രോഗമാണ്. ഹാദ മറദ് വൽ ഇൻസാനു അല്ലദി ഇൻദഹു തർകീസുൻ വഇൻദഹു ഫിക്റുൻ ലാ യുംകിനു അൻ യഖഅ ഹാദാ മിൻഹു ദായിമൻ. നല്ല ബുദ്ധിയും നേർബുദ്ധിയും അതുപോലെ ചിന്തയൊക്കെ ഉള്ള ഒരാളുടെ അടുത്ത് ഒരിക്കലും ഇത് സംഭവിക്കുകയില്ല. ഇദൻ ഹാദ ശക്കു ലാ ഇബ്റത ബിഹി ലിഅന്നഹു യുശ്ബിഹുൽ വസ്വാസ്. അതുകൊണ്ട് ഇത്തരം സംശയങ്ങൾ അത് പരിഗണിക്കണ്ട. ഇത് വസ്വാസിനോടാണ് സാദൃശ്യം, ഇത് വസ്വാസാണ്, അത് സംശയിക്കേ വേണ്ട. അതായത് എപ്പോഴും സംശയം ഒരാൾക്കുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ ഇത് രോഗമാണ്, അതിനെ പരിഗണിക്കേണ്ട. അതൊരു എളുപ്പമാണ്. എപ്പോഴും ഇങ്ങനെ സംശയം, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഇത് 2ാമത്തെയാണ് 3ാമത്തെയാണ്, സുന്നത്ത് നിസ്കരിച്ചാലും എന്ത് നിസ്കരിച്ചാലും ഏത് നേരം പോയി വുളു എടുത്താലും എപ്പെങ്കിലും ഉള്ളൊരു വുളു എടുക്കുമ്പോൾ തോന്നിയതല്ല, ഇത് എപ്പോഴും ഇബാദത്ത് ചെയ്യുമ്പോൾ തന്നെ സംശയം എങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതില്ല, അതിനെയും പരിഗണിക്കേണ്ടതില്ല. അപ്പൊ പരിഗണിക്കേണ്ടാത്ത 2ാമത്തെ സംശയം ഇതാണ്. 3ാമത്തത് അയ്യക്കൂന വഹ്മൻ, കേവലം തോന്നലിനാണ്, ഷക്കിനേക്കാളും താഴെ വരുന്ന കേവലം തോന്നലിനാണ് വഹ്മ എന്ന് പറയുന്നത്. അതിന് യാതൊരു അവന് ഒരു സംശയമായിട്ട് തോന്നുന്നില്ല, വെറുതെ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ തോന്നുക. അത് എപ്പം വേണമെന്നുമില്ല, സ്ഥിരമായി വരണമെന്ന് പോലും ഇതില്ല, വല്ലപ്പോഴും തോന്നുകയാണ്. ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ കേവല വഹ്മാണ്, കേവല സംശയം ഇങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അതും
എന്ത് ചെയ്യേണ്ടതില്ല, അതും പരിഗണിക്കേണ്ടതില്ല. അപ്പം ഈ 3 സന്ദർഭത്തിൽ പരിഗണിക്കേണ്ടതില്ല. ഇബാദത്തിന് ശേഷം സംശയം ഉണ്ടായാൽ പരിഗണിക്കേണ്ടതില്ല. ഇബാദത്ത് എല്ലാ ഇബാദത്തിലും ഇങ്ങനെ സംശയം അതും പരിഗണിക്കേണ്ടതില്ല. കേവലം ഒരു വഹം, ചെറിയൊരു തോന്നൽ, ഇങ്ങനെ അതുണ്ട് ഇങ്ങനെ ഉണ്ടോ, ചെറിയൊരു തോന്നൽ, അത് എപ്പോൾ ഉണ്ടായാലും അതും പരിഗണിക്കേണ്ടതില്ല എന്നതാണ്. ഒരിക്കൽ അലീബിനു അഖീൽ റഹിമഹുല്ല, ഹംബലി മദ്ഹബിലെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറയുകയുണ്ടായി, അയ്യുഹ ഷെയ്ഖ് ഇന്നനി അൻഗമിസു ഫിൽ ഫുറാത്ത് ഔ ഫി ദിജ്ല, ഞാനൊരു കുളത്തിൽ കുളിച്ചു, അഗ്തസിലു മിനൽ ജനാബ സുമ്മ അഖ്റുജ്, ജനാബത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു നദിയിൽ അല്ലെങ്കിൽ കുളത്തിൽ ഞാൻ മുങ്ങി കുളിച്ചു. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഹൽ ഇർതഫഅത്തിൽ ജനാബ, എൻ്റെ ജനാബത്ത് നീങ്ങിയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. നന്നായി കുളത്തിൽ മുങ്ങി കുളിച്ചു, അതിനുശേഷം അയാൾ ചോദിക്കുകയാണ്, എൻ്റെ ജനാബത്ത് നീങ്ങിയിട്ടുണ്ടാകുമോ? ഇബ്നു ഉഖൈൽ റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, അറ അല്ലാ തുസല്ലി, നിസ്കരിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, എന്താണ് അങ്ങനെ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, റുഫിയൽ ഖലമു അൻ സലാസ, 3 ആളിൽ നിന്ന് പേന ഉയർത്തിയിട്ടുണ്ട്. അനി നായിമി ഹത്താ യസ്തൈഖിൽ, ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ, വഅനി സഗീരി ഹത്താ യക്ബർ, ചെറിയ കുട്ടി അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ, വഅനിൽ മജ്നൂനി ഹത്താ യഅഖിൽ ഔ യുഫീഖ്, ഭ്രാന്തന് ബുദ്ധി വരുന്നത് വരെ. കാരണം ഇങ്ങനെ വലിയൊരു കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടും വീണ്ടും നിനക്ക് കുളിച്ചോ എന്ന് സംശയം ഉണ്ട് എങ്കിൽ നിന്നെ ഭ്രാന്ത് എന്നല്ലാതെ നിന്നെ എന്ത് വിളിക്കണം എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. കാരണം ഇങ്ങനെയുള്ള സംശയം ഉണ്ടാകും. വലിയ കുളത്തിൽ കുളിച്ചിട്ട് എഴുന്നേറ്റാൽ പോലും സംശയം, അവിടെ നനഞ്ഞിട്ടുണ്ടാകുമോ പുറത്ത് നനഞ്ഞിട്ടുണ്ടാകുമോ, ഇത് സംശയമാണ്. അതിനുവേണ്ടി നമ്മൾ പരിഗണിക്കുകയേ വേണ്ട. അപ്പൊ സംശയത്തിന് ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ട ഒരു സംശയമുണ്ട്, ഷക്കുൻ ഹഖീഖി. അതിനാണ് നമുക്ക് സഹവിന്റെ സുജൂദിനുമായി ബന്ധപ്പെട്ട മസ്അലയുള്ളത്. മറ്റേത് ആമുഖമാണ്, ഷക്കുമായി ബന്ധപ്പെട്ട ആമുഖമാണ് മറ്റേത്. സംശയമുള്ള യഥാർത്ഥത്തിൽ ഒരു കാര്യമുണ്ട്. അഥവാ ഒരാൾക്ക് നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ തോന്നുകയാണ്, ഞാൻ 2ാമത്തെ റക്അത്തിൽ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടാണ് ഞാൻ തശഹുദൊക്കെ എന്നിട്ട് ചെയ്തത് എന്നൊരു സംശയം അയാൾക്ക് നല്ല ഉറപ്പോടുകൂടി എന്നുണ്ട്. വെറുതെ കേവലം തോന്നുന്നതല്ല, നല്ലൊരു സംശയമായിട്ട് തന്നെ അയാളുടെ മനസ്സിൽ ഉണ്ട്. ഈ സംശയങ്ങൾ 2 തരത്തിലുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ അഹ്കാമുകൾ മാറുന്നുണ്ട്. ഒന്ന്, ഇത് റക്കായത്തിന്റെ ഉദാഹരണം പറയാം, അപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകാം. ഇപ്പോൾ 2ാമത്തെയാണോ 3ാമത്തെയാണോ റക്കായത്ത് എന്ന് ഒരാൾക്ക് 2ആണോ 3ആണോ എന്നുള്ളതിൽ ഒരുപോലെയാണ് അയാൾക്ക് തോന്നുന്നത്. ഏതാണ് അയാൾക്ക് യാതൊരു ഉറപ്പുമില്ല. 2ആണോ 3ആണോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല, രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംശയമാണെങ്കിൽ അയാൾ ഏറ്റവും കുറഞ്ഞത് സ്വീകരിക്കുക. ബന അലൽ യഖീൻ, യഖീൻ ഉള്ളതിൽ അയാൾ നിർത്തുക. യഖീൻ ഉള്ളതിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? 2ആണോ 3ആണോ? അപ്പൊ നമ്മൾ ചോദിക്കും 2ഉം സംശയമില്ല, അപ്പൊ എന്ത് യഖീൻ അവിടെ ഉള്ളത്? 2ആണോ 3ആണോ സംശയമുള്ള ആൾക്ക് എന്ത് യഖീനാണ് ഉള്ളത് എന്ന് ചിന്തിക്കും. അവിടെ അയാൾക്കുള്ള യഖീൻ 2ആണോ 3ആണോ എന്ന് പറയുമ്പോൾ 2 യഖീനാണല്ലോ, 3ആണോ എന്നുള്ളതേ സംശയമുള്ളൂ, അല്ലാതെ 2ഉം സംശയമില്ല. 2ആണോ 3ആണോ എന്നൊരാൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആകെ സംശയം അത് 3ആണോ എന്നാണ്. 2നെ അവിടെ പരിഗണിക്കേണ്ടതില്ല, കാരണം 2 ഉറപ്പാണ്. അപ്പൊ 2 യഖീനാണ്. അപ്പൊ 2ആണ് എന്ന് പരിഗണിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുക? അയാൾ അത് പൂർത്തിയാക്കുക. എന്നിട്ടോ സലാം, അത് ബഅദ സലാം, അത് സുജൂദ് ചെയ്യേണ്ടത് ബഅദ സലാം, അത് സലാം വീട്ടിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. എന്നാൽ അഫ്വൻ, അത് ഖബ്ല സലാം, സലാം വീട്ടിയതിന് മുമ്പാണ് അത് ചെയ്യേണ്ടത്. എന്നാൽ ഒരാൾക്ക് 2ൽ ഏതെങ്കിലും ഒന്നാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. എപ്പോഴും നമ്മളിങ്ങനെ 2 3 സംശയം ഉണ്ടായ 2ൽ പിടിക്കണമെന്നല്ല. 2 3 എന്ന സംശയം ഉണ്ടായപ്പോൾ അയാൾക്ക് ചിന്തിച്ചപ്പോൾ കൂടുതൽ തർജീഹായി അതിലേക്ക് ചായുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നത് 3ആണ് എന്നാണ്. എങ്കിൽ അയാൾക്ക് 3ൽ പിടിക്കാം. എന്നാലും സംശയം ബാക്കിയുണ്ട്, പക്ഷെ കൂടുതലും അയാൾക്ക് തോന്നുന്നത് ഞാൻ 3ആണ് എന്നതാണ്. എങ്കിൽ കൂടുതലും അയാൾക്ക് തോന്നുന്നത് ഞാൻ തശഹുദ് ചെയ്തു എന്നാണെങ്കിൽ ഇത് ഏത് ഇബാദത്താകട്ടെ, അങ്ങനെയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു ശക്ക് നിലനിൽക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടത് എപ്പോഴാണ്? അത് ബഅദ സലാം, സലാം വീട്ടിയതിന് ശേഷമാണ്. എന്നാൽ ഒരാൾക്ക് 2ഉം ഒരുപോലെ, 2ആണോ 3ആണോ എന്നൊരുപോലെ സംശയം, ഞാൻ തശഹുദ് ചൊല്ലിയോ ഇല്ലയെന്നും ഒരുപോലെ സംശയം, ഒന്നും അയാൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോ അതിൽ കുറവുള്ള കാര്യം ചിന്തിക്കുക. എന്നിട്ട് സഹവിന്റെ സുജൂദ് അത് സലാം വിട്ടുന്നതിന് മുമ്പ് ചെയ്യുക. ഇതാണ് ഷക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹവിന്റെ സുജൂദ് ഉള്ളത്. അപ്പൊ ഞാൻ ഒന്നുകൂടി മുഴുവൻ സഹവിന്റെ സുജൂദിന്റെ കാര്യവും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇനി നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഒന്ന്, 3 കാര്യങ്ങൾക്കാണ് സഹവിന്റെ സുജൂദ് ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നിസ്കാരത്തിൽ വല്ല കാര്യം അധികം വന്നാലുള്ള സഹവിന്റെ സുജൂദാണ്. ആ അധികത്തിൽപ്പെട്ടതാണ് ഒരാൾ 2 റക്അത്തിലോ 3 റക്അത്തിലോ ഒക്കെ 4 റക്അത്ത് നിസ്കരിക്കേണ്ടത് 2ലോ 3ലോ ഒക്കെ സലാം വീട്ടി പിന്നീട് പൂർത്തിയാക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ അധികത്തിൽപ്പെട്ടതാണ്. കാരണം അവിടെ സലാമുണ്ട്. അങ്ങനെ അധികത്തിലാണ് ഒരാൾക്ക്
നിസ്കാരത്തിൽ അധികമാണ് സംഭവിച്ചത് എങ്കിൽ സലാം വീട്ടിയതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. നിസ്കാരത്തിൽ വല്ല കുറവാണ് ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സലാം വീട്ടുന്നതിന് മുമ്പാണ്. ഇനി സംശയമാണെങ്കിൽ ഈ പറയുന്ന 3 സംശയങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. വളരെ വ്യക്തമായ സംശയമാണ് ഒരാൾക്കുള്ളത് എങ്കിൽ ആ സംശയം തന്നെ അയാൾക്ക് ഇന്നതാണ് എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് എങ്കിൽ അയാൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? ബഅദ സലാമാണ്. അയാൾ ചെയ്യേണ്ടത് ബഅദ സലാമാണ്. ഇനി അതല്ല, അത് ഏതെങ്കിലും ഒന്നാണ് ഒരേപോലെയാണ് അയാൾക്ക് തോന്നുന്നത് എങ്കിൽ അത് ഏറ്റവും കുറഞ്ഞതെടുത്തിട്ട് അത് ഖബ്ല സലാം, സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുക. ഇത് വേണ്ട ആളുകൾ അത് ഒന്ന് എഴുതി പഠിച്ച് അതൊന്ന് നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഓരോരുത്തർക്കും നിസ്കാരമുണ്ട്. നിസ്കാരം എന്നുള്ളത് കേവലം അത് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള കാര്യമല്ല, എല്ലാവർക്കും നിസ്കാരമുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഒക്കെ എഴുതി പഠിക്കും, വേണ്ട കാര്യം പഠിക്കും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതി പഠിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പഠിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെന്ന ആളുകൾ ക്ലാസ് വീണ്ടും കേട്ടിട്ട് ഇതൊരൊറ്റൊരു ചാർട്ടിലായിട്ട് നമുക്ക് ലഭിക്കും. എന്താണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് മനസ്സിലാക്കും. എന്നാൽ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. നമ്മൾ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞതാണ്. ഈ മറന്നുപോകുക, നഖ്സ് എന്ന് പറയുന്നത് എല്ലാ നഖ്സും ഒരുപോലെയല്ല. ഇവിടെ നമ്മൾ സഹവിന്റെ സുജൂദ് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞ നഖ്സുകൾ അത് വാജിബാത്തുകളിൽ പെടുന്ന നഖ്സുകളാണ്. അഥവാ വാജിബാത്തുകളായ തശഹുദുൽ അവ്വൽ പോലെ, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല പോലെ, ഇടയിലെ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി പോലെ, റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം പോലെ, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത മറ്റേതെങ്കിലും തക്ബീറുകൾ പോലെ, സമിയല്ലാഹു ലിമൻ ഹമിദ പോലെ, റബ്ബന വലക്കൽ ഹംദ് പോലെ, ഇതൊക്കെയാണ് വാജിബുകളായ കാര്യങ്ങൾ. ഇത് മറന്നാലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് സഹവിന്റെ സുജൂദിൽ മാത്രം തീരുമെന്നുള്ളത്. എന്നാൽ ഒരാൾ മറന്നത് റുക്കിനാണെങ്കിൽ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് പല ആളുകളും തിരിച്ചറിയാറില്ല. പല മസ്ജിദുകളിൽ നമുക്കതിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ സംഭവിച്ചാൽ അവിടുത്തെ ഇമാമിനും അറിയില്ല, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആർക്കും അറിയില്ല. അവർ ചിലപ്പോൾ ഒരു സുജൂദൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നീട് അവർ സലാം വീട്ടി സഹവിന്റെ സുജൂദ്, എല്ലാവരും വിചാരിക്കും സഹവിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ശരിയായി എന്നാണ്. എന്നാൽ റുക്കിനുകളായ, ആ റുക്കിനുകൾ എന്താണെന്ന് ആദ്യം പഠിക്കണം. റുക്കിനുകളായ കാര്യങ്ങൾ, അത് റുക്കൂ ആകട്ടെ, സുജൂദാകട്ടെ, അതുപോലെ ഇടയിലുള്ള ഇരുത്തമാകട്ടെ, ഇങ്ങനെയുള്ള റുക്കിനുകളാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ ആ റുക്കിനുകൾ വീണ്ടും ചെയ്താലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. ആ റുക്കിന് വീണ്ടും ചെയ്യേണ്ടതുണ്ട്. ഈ റുക്കിനുകൾ ചില സമയത്ത് നമുക്ക് നിസ്കാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സന്ദർഭം ഉണ്ടാകും. ഉദാഹരണം, ഒന്നാമത്തെ റക്അത്തിൽ ഒരൊറ്റ സുജൂദ് ചെയ്ത ഒരു വ്യക്തി എഴുന്നേൽക്കുകയുണ്ടായി. ഒരു സുജൂദ് ചെയ്തു, അയാൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ ഉടനെ അയാൾക്ക് ബോധ്യം വന്നു, ഞാൻ ഒരു സുജൂദല്ലേ ചെയ്തിട്ടുള്ളൂ, ഇടയിൽ ഇരുത്തത്തിനോ രണ്ടാമത്തെ സുജൂദിനോ ഞാൻ ഇരുന്നിട്ടില്ല. 2 റുക്കിനുകൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് അയാൾ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹുക്കുമല്ല, തശഹുദുൽ അവ്വലിൽ പറഞ്ഞ ഹുക്കുമല്ല. അവിടെയാണെങ്കിൽ നമ്മൾ മടങ്ങിപ്പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഒരു വാജിബിൽ നിന്ന് റുക്കിനിലേക്ക് വന്നാൽ തിരിച്ചു വാജിബിലേക്ക് പോകേണ്ടതില്ല. റുക്കിനാണ് ദർജ കൂടിയത്. ഇവിടെ റുക്കിനിൽ നിന്ന് തന്നെയാണ് റുക്കിനിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ റുക്കിനിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ളതാണ്. ആ റുക്കിനിലേക്ക് തന്നെ തിരിച്ചു പോകണം. അത് നീ ചിലപ്പോൾ ഫാത്തിഹ ഓതി, സൂറത്തൊക്കെ ഓതി റുക്കൂലൊക്കെ പോകുമ്പോഴാണ് നിനക്ക് ഓർമ്മ വന്നത് എന്ന് വിചാരിക്കുക. അഥവാ കഴിഞ്ഞ റക്അത്തിൽ സുജൂദിന് ശേഷമുള്ള ഇടയിൽ ഇരുത്തത്തിലും ശേഷമുള്ള സുജൂദും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വന്നാൽ ഉടനെ ആ റുക്കൂയിൽ നിന്നും നേരെ പോയി അവിടെ ഇരിക്കുക. ഇടയിലിരുത്തമാണത്. നേരെ ഇരിക്കുക, റബ്ബി ഗഫിർലി ചൊല്ലുക, അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് വരിക, വീണ്ടും അല്ലാഹു അക്ബർ പറഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ വരിക. ആ ഫാത്തിഹയും സൂറത്തും റുക്കൂവും ഒക്കെ ആവർത്തിക്കുക. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി മടങ്ങേണ്ടാത്തൊരു സന്ദർഭമുണ്ട്. അതെങ്ങനെയാണ്? ഒന്നാമത്തെ റക്അത്തിൽ നിങ്ങൾ ഒരു സുജൂദാണ് മറന്നത് എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഒരു സുജൂദാണ് മറന്നത്, അതിന്റെ ഇടയിൽ ഇരുത്തവും മറക്കും, സുജൂദ് മറക്കും, സ്വാഭാവികമായിട്ട് ഇടയിൽ ഇരുത്തവും മറക്കും. രണ്ടാമത്തെ റക്അത്തിൽ ഒരു സുജൂദിലേക്ക് പോകുമ്പോൾ അയാൾക്ക് കഴിഞ്ഞതിൽ അപ്പോൾ ഓർമ്മ വന്നു, ആ സുജൂദിൽ കഴിഞ്ഞ റക്അത്തിൽ ഞാൻ ഒരു സുജൂദല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് അയാൾക്ക് അപ്പോൾ ഓർമ്മ വന്നു. ഞാൻ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ റക്അത്തിൽ പോയിട്ടില്ല. ഈ സമയത്ത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ സുജൂദിലേക്ക് മടങ്ങി വരിക എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു ഫായിദ ഉണ്ടാവുക. കാരണം സുജൂദിലാണ് ഉള്ളത്, പിന്നെ എഴുന്നേറ്റ് പോയി റൗണ്ട് അടിച്ച് സുജൂദിലേക്ക് വരിക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഏതൊരു അമലാണോ, ഏതൊരു റുക്കിനാണോ ഒരാൾ മറന്നത്, എന്നിട്ട് അടുത്ത റക്അത്തിൽ അതേ റുക്കിനിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അയാൾ കഴിഞ്ഞ റക്അത്ത് എന്റെ നിസ്കാരത്തിൽ നിന്നും ഇല്ലാതായി, അത് ഇൽഗാവ് ചെയ്തു, അത് നിസ്കാരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് കരുതണം. എന്നിട്ട് അവസാനം ഒരു റക്അത്ത് കൂട്ടി നിസ്കരിക്കണം. കാരണം ആദ്യത്തെ റക്അത്തിൽ ഒരു ഇടയിലിരുത്തവും ഒരു സുജൂദും ഒക്കെ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു റുക്കൂ ഇല്ല, ഏതാണോ നഷ്ടപ്പെടുന്നത് അതില്ലാത്തത് കൊണ്ട് ആ റക്അത്ത് മാത്രം പോയി. ബാക്കി അവസാനം ഒരു റക്അത്ത് കൂടി കൂട്ടി നിസ്കരിച്ചിട്ടാണ്
സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അവസാനം ഒരു റക്അത്ത് കൂട്ടി നിസ്കരിച്ചിട്ടാണ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ റുക്കുനുകൾ നഷ്ടപ്പെട്ടാലുള്ള കാര്യം ആ റുക്കുനുകൾ ചെയ്യുക തന്നെ വേണം. ഇനി ഒരാൾ സലാം വീട്ടിയതിന് ശേഷമാണ് ഒരാൾക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഒന്നാമത്തെ റക്അത്തിൽ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന് സലാം വീട്ടിയതിന് ശേഷമാണ്. ചിലപ്പോൾ ഇമാമായിരിക്കാം. അപ്പോൾ അടുത്തിരിക്കുന്ന രണ്ട് മൂമിങ്ങൾ പറഞ്ഞു, അല്ലെ ഇമാം ഒന്നാമത്തെ റക്അത്തിൽ ഏത് റക്അത്തും ആകട്ടെ അയാൾ ഒരു സുജൂദല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നി. ഉടനെ ഇമാമിനോട് പറയുക, ഒരു റക്അത്ത് അധികം നിസ്കരിക്കുക, ഒരു റക്അത്ത് അധികം നിസ്കരിക്കുക. ഇനി അതൊക്കെ കഴിഞ്ഞു, ളുഹറിന്റെ കാര്യമാണ്, കുറേ നേരം കഴിഞ്ഞു, മണിക്കൂറൊക്കെ കഴിഞ്ഞു. അസറിന് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നേരത്തെ നിനക്ക് തോന്നുന്നുണ്ട് ളുഹറിന് ഇമാം ഒരു റക്അത്തിൽ ഒരു റുക്കു ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സുജൂദ് ഒന്നല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നിയാൽ അപ്പോൾ പിന്നീട് ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ത്വാല സമാൻ, സമയം നീണ്ടുപോയി. വീണ്ടും ആളുകളൊക്കെ വിളിച്ച് നമ്മൾ നേരത്തെ ളുഹർ പോയിട്ടുണ്ട്, ളുഹർ മാറ്റി നിസ്കരിക്കണം, ളുഹർ മാറ്റി നിസ്കരിക്കേണ്ടതുണ്ട്. ആ കാര്യം മനസ്സിലാക്കണം. ഇത് റുക്കിന് നഷ്ടപ്പെട്ടാലുള്ള കാര്യമാണ്. ഇതൊന്നും പല ആളുകളും വേർതിരിച്ച് മനസ്സിലാക്കാറില്ല. റുക്കിനാണോ നഷ്ടപ്പെട്ടത്, വാജിബാണോ നഷ്ടപ്പെട്ടത്, അതിന് ആദ്യം റുക്കിന് ഏതാണ്, വാജിബ് ഏതാണ്, ഇനി എപ്പോഴാണ് എല്ലാത്തിനും സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് വിചാരിക്കാൻ പാടില്ല. വാജിബുകൾ നഷ്ടപ്പെട്ടാൽ മാത്രമേ സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ. റുക്കിനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ആ റുക്കിന് ചെയ്യണം. നിസ്കാരത്തിലാണെങ്കിൽ എങ്ങനെ, ശേഷമാണെങ്കിൽ എങ്ങനെ, രണ്ടും ഞാൻ പറഞ്ഞു. അതിനുശേഷമാണ് അതിന്റെ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി വല്ല സന്ദർഭത്തിലും സഹവിന്റെ സുജൂദ് ഈ പറഞ്ഞ കാര്യമൊക്കെ ആകെ മറന്നുപോയി, നിസ്കാരം ചിലപ്പോൾ ഒന്നും ഓർമ്മ കിട്ടൂല, ഉസ്താദ് മുമ്പിലാണോ പറഞ്ഞത് ശേഷമാണോ പറഞ്ഞതൊക്കെ മറന്നുപോയാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്തു കൊള്ളുക. പക്ഷേ റുക്കിന് നഷ്ടപ്പെട്ട് മറന്നിട്ട് പറഞ്ഞ കാര്യമല്ല. റുക്കിന് നഷ്ടപ്പെട്ടാൽ ആ റുക്കിന് ചെയ്യുക തന്നെ വേണം. സഹവിന്റെ സുജൂദ് വല്ലപ്പോഴും വല്ല മറവിയും സംഭവിച്ചാൽ നിങ്ങൾ സലാം വീട്ടിയതിന് ശേഷം ചെയ്താലും ശരി, സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്താലും ശരി, രണ്ടും ശരിയാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഞാൻ പറഞ്ഞതുപോലെ റഹിമഹുല്ലാ, അദ്ദേഹം അത് നിർബന്ധമായും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണമെന്ന അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് നമ്മളത് പരമാവധി പഠിക്കുക. നിസ്കാരത്തിന്റെ വിഷയം അത് ആവർത്തിച്ച് പഠിക്കണം. അത് മറന്നുപോകാനുള്ള സാധ്യത ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ, എപ്പോഴെങ്കിലും വരുന്നൊരു കാര്യമാണ്. അപ്പൊ അത് നേരം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നേരം നിസ്കാരത്തിൽ കെട്ടിയാൽ നമുക്ക് ഓർമ്മ കിട്ടുകയില്ല. അത് പഠിച്ചിരിക്കുക. ഇത് പഠിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അത് അമലില്ല എങ്കിലും, അമലം അങ്ങനെ വന്നിട്ടില്ല എങ്കിലും ഇത് എപ്പോഴും പഠിച്ചിരിക്കുക, ഓർമ്മ പുതുക്കുക എന്നുള്ളതെല്ലാം ഇബാദത്താണ്. അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ നിസ്കാരത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമു പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅൻ ورزقا طيبا وعملا متقبلا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.